ലോകത്തിലെ ദൈവത്തിൻ്റെ കരുണയ്ക്കായി നന്ദി പറയുന്നു. ഇന്ന് പകല് നമ്മൾ ഒരുമിച്ച് അവയും ദൈവസന്നിധി നിൽക്കുമ്പോൾ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒക്കെ നമ്മൾ കേൾക്കുവാനിടയായി. ഇന്ന് ഈ പകലിൽ നമ്മൾ അറിയണം, ആത്മാവിൻ്റെ നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വരണം. ആത്മാവിൻ്റെ നടത്തിപ്പിനെ നമ്മൾ തിരിച്ചറിയുമ്പോൾ ചില മണ്ഡലങ്ങളിൽ നമ്മുടെ ആത്മാവിനെ അറിയണം. നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്നത്, ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞിരുന്നു, പിതാവാം ദൈവത്തിൻ്റെ ആത്മാവിനെ പുത്രൻ തമ്പുരാൻ്റെ മേൽ പകരപ്പെട്ടപ്പോൾ ഭൂമിയിൽ ഇരുന്ന പുത്രൻ പിതാവിനെ ഏറ്റവും അധികമായി ഉയർത്തി. എന്നാൽ അതിൻ്റെ അടുത്ത മണ്ഡലത്തിലേക്ക് വന്നപ്പോൾ ക്രിസ്തുവിൻ്റെ മേൽ പകരപ്പെട്ട അതേ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകരപ്പെട്ടു. ക്രിസ്തുവിനെ എത്രത്തോളം നമ്മൾ ഉയർത്തപ്പെടുമോ അത്രത്തോളം ഉയർത്തപ്പെടുന്നത് നമ്മുടെ മേൽ പകരപ്പെട്ട് ആത്മാവിനാലാണ്. അതുകൊണ്ട് കർത്താവിനോട് പറഞ്ഞ, കർത്താവേ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ കർത്താവിനെ മഹത്വപ്പെടുത്തണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആത്മാവ് ഒരു വ്യക്തി ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് തുടങ്ങുമ്പോൾ, ഒരാത്മാവ് വ്യക്തി ജീവിതത്തിൽ അപ്പോൾ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അറിയേണ്ടത് ആരുടെ മേൽ പകരപ്പെട്ട ആത്മാവ? ക്രിസ്തുവിൻ്റെ മേൽ പകരപ്പെട്ട അതേ ആത്മാവിനെ ആരുടെ മേൽ പകർന്നു? നമ്മുടെ മേൽ പകർന്നു. എന്നിട്ട് ബൈബിൾ പറയുക, ഫിലിപ്പിയ ലേഖനത്തിനകത്ത് എടുക്കണ്ട, ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞു, ക്രിസ്തു അവൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ. അപ്പോൾ അവിടെ യേശു ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ, അതിനേക്കാൾ നല്ല ഇച്ചിരൂടെ പറയുകയാണെങ്കിൽ ആ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം തന്നെ നമ്മളിലും ഉണ്ടാകട്ടെ. ക്രിസ്തുവിൻ്റെ ഭാവങ്ങളിലേക്ക് വരുമ്പോൾ, അല്ല ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് വരുമ്പോൾ ഒരേക സ്വഭാവങ്ങൾ ക്രിസ്തുവിൻ്റെ കാണിക്കുക. ഈ ആത്മാവിൻ്റെ ഫലം നമുക്ക് ഗലാത്യ ലേഖനം അതിൻ്റെ 22 വാക്യത്തിനകത്തൊക്കെ വരുമ്പോൾ ഫലത്തെക്കുറിച്ച് പറയുന്നുണ്ട്, വചനത്തിനകത്ത് പറയും. അപ്പോൾ ഇവിടെ ഒരു ആത്മാവിൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പും പരിശുദ്ധ, ഞാൻ ഇത് ഇൻട്രൊഡക്ഷൻ നിങ്ങൾ പറയുന്നു മാത്രമേ, ആത്മാവിൻ്റെ ക്രിസ്തുവിൻ്റെ നിങ്ങളുടെ മേൽ പകരപ്പെട്ട ഏതാത്മാവാ? പരിശുദ്ധാത്മാവാ. അത് ആരുടെ മേൽ വ്യാപരിച്ച ആത്മാവാ? കൊരിന്ത്യ ലേഖനത്തിനകത്ത് പറയുന്നുണ്ട്, ഇനി ഞാൻ ജഡപ്രകാരം ക്രിസ്തുവിനെ പോലും അറിയുന്നില്ല. പിന്നെ ഏതാത്മാവിലാ? പരിശുദ്ധാത്മാവിലാണ് ഞാനിനി യേശുവിനെ പോലും അറിയുന്ന. ഏതിൽ കൂടെ അറിയുള്ളൂ? ആത്മാവിൽ കൂടെ അറിയുള്ളൂ. പൗലോസ് കണ്ടെത്തിയത് ആത്മാവിൽ കൂടെ, പത്രോസ് കണ്ടത് ക്രിസ്തുവിൻ്റെ ആത്മാവിൽ കൂടെ. അപ്പോൾ ഇനി മുതൽ ഞാൻ കാണുന്നത് ആരെ? ജഡപ്രകാരം ഞാൻ ഇനി ക്രിസ്തുവിനെ അറിയുന്നില്ല. അറിയുന്ന ഏതിൽ കൂടാ? ആത്മാവിലാണ് ഞാൻ ക്രിസ്തുവിനെ അറിയുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആ ജീവൻ എൻ്റെ മേൽ വന്നാൽ ക്രിസ്തുവിൻ്റെ അതേ സ്വഭാവം എൻ്റെ മേൽ വരും, ക്രിസ്തുവിൻ്റെ ഭാവം എൻ്റെ മേൽ വരും. ക്രിസ്തു പറഞ്ഞു 7 വട്ടം ക്ഷമിക്കണമെന്ന് പറയുന്നു. നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറയുന്നു. അപ്പോൾ ആ ക്രിസ്തു, ഈ ആത്മാവ് നമ്മുടെ മേൽ വന്നാൽ ഏത് സ്വഭാവത്തിലേക്ക് വരും? ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് വരും. അപ്പം നമ്മളെ വിചിന്തനം ചെയ്ത് നമ്മൾ നോക്കണം, ഈ ആത്മാവിലാണോ നമ്മൾ നടത്തപ്പെടുന്നത് എന്ന് നമ്മുടെ അകത്തുറയണം. പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിലാണോ നടത്തപ്പെടുന്നത്? ആത്മാവിൻ്റെ ശക്തിയെ കാണുമ്പോൾ ഈ ആത്മാവിനെ കുറിച്ച് പറയുന്നത് എവിടെയാണെന്നറിയോ? അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിനകത്ത്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം പറയുന്ന വാക്ക് നോക്കിക്കോ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഇവിടെ പറയുന്ന വാക്ക് ഈ പരിശുദ്ധാത്മാവ്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, പിതാവിന്റെ ജീവൻ ക്രിസ്തുവിന്റെ മേൽ വന്നോ, പിതാവിനെ ക്രിസ്തു മഹത്വപ്പെടുത്തിയെങ്കിൽ ഈ ജീവൻ നിങ്ങളുടെ മേൽ വരുമ്പോൾ ആരെ മഹത്വപ്പെടുത്തണം? യേശുവിനെ ഭൂമിയിൽ മഹത്വപ്പെടുത്തണം. അപ്പോൾ യേശുവിന്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, ദൈവാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് അപ്പൊ ലോകത്തിന്റെ അറ്റത്തോളം ആരുടെ സാക്ഷിയാകാനാ പറഞ്ഞേക്കുന്നത്? യേശുവിന്റെ സാക്ഷിയാകാനാ പറഞ്ഞേ. ആരെ പ്രസംഗിക്കാനാ പറഞ്ഞേക്കുന്നത്? അയക്കപ്പെടുന്ന ഒരാൾ അറിയണം ആരെ പ്രസംഗിക്കപ്പെടണം. സത്യസുവിശേഷം പ്രസംഗിക്കപ്പെടണം. സത്യസുവിശേഷം പ്രസംഗിക്കുന്ന മോശയെ കുറിച്ചല്ല, സത്യസുവിശേഷം പറഞ്ഞ ദാവീദിനെ കുറിച്ചല്ല, സത്യസുവിശേഷം പറയുന്ന അബ്രഹാമിനെ കുറിച്ചല്ല. ആരെ കുറിച്ച് പറയണം? യേശുവിനെ കുറിച്ച്. ഒരു സദ്വർത്തമാനം പറയണമെങ്കിൽ യേശുവിനെ കുറിച്ച് പറയണം. യേശു പറഞ്ഞു വെച്ചു, നിങ്ങൾ എന്ത് ചെയ്യണം?
യേശു പറഞ്ഞ സദ്വർത്തമാനം? യേശു പറഞ്ഞ എന്നാ? മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ ചെന്നപ്പോഴും പറയുന്നു, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അവരെ മുഴുവൻ ആത്മാവിനാൽ നിറച്ചു. അപ്പൊ ഈ ആത്മാവ് ആരുടെ മേലെ പകരുള്ളൂ? ക്രിസ്തു ജഡപ്രകാരത്തിൽ എങ്ങനായിരുന്നു അങ്ങനെ ആയിരിക്കുന്ന ഒരുവന്റെ മേൽ ആത്മാവ് പകരും. ഇവിടെ പരിശുദ്ധാത്മാവ് വന്നിട്ട് പറയുന്നു, ആത്മാവ് ഇവനെ എങ്ങോട്ട് നടത്തുക? അപ്പോൾ ഭൂമിയുടെ അറ്റത്തോളം ക്രിസ്തുവിന്റെ സാക്ഷികളാവും എന്ന് പറയും. യേശുവിന്റെ സാക്ഷികളാവും. അപ്പൊ യേശുവിന്റെ ഭാവം തന്നെ എന്നിലുണ്ടെന്ന് പറയുമ്പോൾ അതിനേക്കാൾ നല്ല യേശുവിന്റെ സ്വഭാവം എന്നിലുണ്ടെന്ന് പറയുന്ന ഒരു വീഴ്ചയിൽ കൂടെ ഉണ്ടോ? ഒരു കഷ്ടതയിൽ കൂടെ ഉണ്ടോ? യേശുവിന്റെ ഭാവത്തിലേക്ക് വരുമ്പോൾ നോക്കിയേ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ അവൾ ഓടി വന്ന് യേശുവിന്റെ അരികിൽ വന്നു. യേശു അവളെ വിട്ടുകൊടുക്കായിരുന്നോ? യേശു അവളെ സ്വീകരിക്കായിരുന്നോ? ആത്മാവിനെ നിങ്ങളും തിരിച്ചറിയണം. ഉടനെ അവിടെ വെച്ച് പറയുന്നു, എന്നാ പറയുന്നു? യേശു പറയും, നിങ്ങൾ ഈ പാപം ചെയ്യാത്തവർക്ക് അവളെ കല്ലെറിയട്ടെ. അതിനുശേഷം അവളോട് പറയും, ഇനി മേലെ നീ പാപം ചെയ്യരുത്. അവളോട് മാത്രം. നല്ലൊരു ശമരിയനെ കാണിച്ചു യേശുവിന്റെ ഭാവം. ഒരുത്തൻ മുറിവേറ്റ് അർദ്ധപ്രാണനായി കിടക്കുന്നു. അവന്റെ മുറിവിനെ കെട്ടുന്ന നല്ല ശമരിയെ കാണിക്കുന്നു. യേശുവിന്റെ സ്വഭാവം. രക്തസ്രാവക്കാരി യേശുവിന്റെ അരികിൽ ഓടി വരുന്നു. അവര് തൊങ്ങലി തൊട്ടു, സൗഖ്യമാവുന്നു. യേശുവിന്റെ സ്വഭാവം. അനേക സ്ഥലങ്ങൾ വെച്ച് കൂട്ടി വായിക്കുമ്പോൾ ഈ ആത്മാവ്, ക്രിസ്തുവിന്റെ ആത്മാവ്, ലോകത്തിനറ്റത്തോളം നിങ്ങൾ ക്രിസ്തുവിന്റെ വിശ്വാസ സാക്ഷികളാകുവീൻ. അതുകൊണ്ട് പറയുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, ഈ ആത്മാവ് വരണമെങ്കിൽ, ഈ ആത്മാവ് കുറച്ചുകൂടെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ആത്മാവ് നമ്മുടെ മേൽ വെളിപ്പെടണമെങ്കിൽ, ഈ ആത്മാവ് നടത്തപ്പെടണമെങ്കിൽ, ഇവിടെ പറയുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളുടെ മേൽ ശക്തി പകരും. എന്നിട്ട് യഹൂദിയയിലെല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും, ഭൂമിയിൽ അറ്റത്തോളം ക്രിസ്തുവിന്റെ സാക്ഷിയാകും. ഏതാത്മാവിനാൽ? പരിശുദ്ധാത്മാവിനാൽ. അപ്പൊ നിങ്ങളുടെ അകത്തറിയണം, മനുഷ്യന്റെ ജ്ഞാനമല്ല ദൈവത്തിനാവശ്യം, ദൈവത്തിന്റെ കൃപയാണ്. നിങ്ങളെ ലോകത്തിന് അറ്റത്തോളം ക്രിസ്തുവിന്റെ സാക്ഷിയാക്കാൻ അയക്കപ്പെടുന്ന ആരാൽ? നിങ്ങളുടെ അകത്തൊന്ന് കടന്നോണേ. നിങ്ങളുടെ അകത്തു വ്യക്തമായി അറിയണം, ദൈവം വിളിച്ചു വേർതിരിക്കുന്നവൻ. പത്രോസിന്റെ ക്വാളിഫിക്കേഷൻ എന്നായിരുന്നു? BDS ഉണ്ടായിരുന്നോ? പത്രോസിന്റെ ഏകം എന്ന് വെച്ചാൽ മത്സ്യത്തെ പിടിക്കുന്നവനായിരുന്നു, മുക്കുവനായിരുന്നു. പത്രോസിനെ അപ്പോസ്തലനാക്കിയതും പത്രോസിനെ അയച്ചതും ഏതാത്മാവ്? അകത്ത് പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിനെ അറിയണം. ഈ ആത്മാവിനകത്ത് പത്രോസ് അപ്പോസ്തലൻ യാത്ര ചെയ്യുന്നു, പൗലോസ് യാത്ര ചെയ്യുന്നു. ഈ ആത്മാവിനെ തന്നെ യോഹന്നാന്, യാക്കോബ് എല്ലാവരും. ഏത് ആത്മാവായിരുന്നു? ഇവർ തോമസ് വരെ നടത്തപ്പെടുന്നത് ക്രിസ്തുവിന്റെ ആത്മാവിന. ഇവരെല്ലാം ക്രിസ്തുവിന്റെ രക്തസാക്ഷികളുമായി. തന്റെ നാഥൻ എങ്ങനാണോ അങ്ങനെ തന്നെ അവരുമായി തീർന്നു. ഇവരെ അപ്പൊ ഈ പരിശുദ്ധാത്മാവിന്റെ, ദൈവാത്മാവിന്റെ നടത്തിപ്പ് കണ്ടോ? ഇവരെല്ലാം വിളിച്ചു പറഞ്ഞത്, മനസ്സാന്തരപ്പെടുവീൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പം ഏറ്റവും കൂടുതൽ ആത്മാവ് വിളിച്ചുകൊണ്ടിരുന്ന ദൈവരാജ്യത്തിന് യോഗ്യമാമണ്ണം മനുഷ്യനെ ഒരുക്കുന്ന നിനവയിലേക്ക് യോനായെ അയക്കുന്നു. ഈ നിനവയിലേക്ക് പോകുന്ന എന്തിനു വേണ്ടിയാ? അവിടെ മാനസാന്തരം പ്രസംഗിക്കാനാ ദൈവ ആത്മാവ് അയക്കുന്നത്. അപ്പൊ ഈ പരിശുദ്ധാത്മാവി നിങ്ങൾ ഇന്ന് പകലിൽ അറിയണം, ആത്മാവിന്റെ നടത്തിപ്പ് ആരുടെ മേൽ വരണം? നമ്മുടെ മേൽ വരണം. ആര് മഹത്വം എടുക്കും? യേശു മഹത്വം എടുക്കും. യേശു മഹത്വം എടുക്കുന്നവർക്ക് എന്നവർക്കായി കർത്താവിനെ ഞാൻ സ്തോത്രം. സക്കറിയാവിന്റെ പുസ്തകം ഒന്നും എടുത്ത് ഈ ആത്മാവിനെ ഒന്ന് വെളിപ്പെടുത്തിച്ച് കൊണ്ടുവരാം. സക്കറിയാവിന്റെ പുസ്തകം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം.
4:6. അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, വായിച്ചേ. അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, സെറുബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാട് സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ഇവിടെ പറയുന്നു, ഈ ആത്മാവിനെ കുറിച്ച് പറയാ, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ. അപ്പൊ ഈ പരിശുദ്ധാത്മാവിനെ പിടികിട്ടിയോ? ആത്മാവിന്റെ നടത്തിപ്പിനെ പിടികിട്ടിയോ? ദൈവാത്മാവിന്റെ നടത്തിപ്പിനെ നമ്മൾ അകത്ത് വെളിപ്പെടണം. എങ്ങനെ? ഇവിടെ പറയുന്നു, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാ, യഹോവയായ ദൈവത്തിന്റെ ആത്മാവിനാൽ. അപ്പൊ ആത്മാവിന്, അപ്പൊ ഐക്യപ്പെടുന്ന ആത്മാവിനെ പിടികിട്ടുന്നു. ദൈവശക്തിയാണ് ഞങ്ങളെ ഐക്യപ്പെടുന്നത്, ദൈവത്തിന്റെ കരുതലാണ്. അപ്പൊ നമ്മളെ നടത്തപ്പെടുന്നിടത്ത് നമ്മുടെ അകത്തുള്ള ആത്മാവിന്റെ സാന്നിധ്യം, ആത്മാവിന്റെ പ്രവൃത്തി. അപ്പൊ പരിശുദ്ധാത്മാവ്, യേശു കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കണ്ടിട്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം ആരെന്റെ കൂടെ ഉണ്ടെന്ന്. നിങ്ങൾ എൻ്റെ പ്രസംഗം കേട്ടിട്ടല്ല എൻ്റെ കൂടെ ദൈവമുണ്ടെന്ന് അറിയുന്നത്. ആത്മാവിന്റെ, കാരണം ഈ പരിശുദ്ധാത്മാവിനെ പറഞ്ഞെങ്ങനെ? സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും ശമരിയയിലും അപ്പൊ ആത്മാവിന്റെ ശക്തി. ഇത് പൗലോസ് വിളിച്ചു പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാവുന്നു. ആത്മാവിനെ പിടികിട്ടുന്നോ? ആത്മാവ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ ഞാൻ പോകുന്നേ. ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടണം. യേശുവിലേക്ക് വരുമ്പോ യേശു പറഞ്ഞു, ഞാൻ ചെയ്ത പ്രവൃത്തി കണ്ടിട്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം ആരെന്റെ കൂടെ ഉണ്ടെന്ന്. പരിശുദ്ധ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന്. അതാ യോഹന്നാന്റെ 3:2 വരുമ്പോ എടുക്കണ്ട. നിക്കോദീമോസ് യേശുവിന്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, നീ ദൈവത്തിന്റെ അരികിൽ നിന്ന് വന്നവൻ തന്നെ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? ദൈവത്തിന്റെ ആത്മാവ് ആരുടെ മേലുണ്ടെന്ന് വെളിപ്പെടുത്തി. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ദൈവത്തിന്റെ ആത്മാവ് ആരുടെ കൂടെ ഉണ്ടെന്ന് വെളിപ്പെടുത്തി യേശു വെളിപ്പെടുത്ത. പിതാവാ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഇത് വരുന്ന ഒരുത്തമെന്നൂടെ നിക്കോദീമോസ് വന്നിട്ട് പറയുക, നീ സ്വർഗത്തിൽ നിന്ന് വന്നവൻ തന്നെ എന്ന്, ദൈവം നിന്റെ കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ എന്ത് ചെയ്യുക? വിശ്വസിക്കുക. എന്തുകൊണ്ട്? പ്രസംഗം കേട്ടിട്ടാണോ? പ്രവൃത്തി. അപ്പൊ ആത്മാവിന് എന്തുണ്ട്? ആത്മാവിന് പ്രവൃത്തിയുണ്ട്. ആത്മാവിന്റെ പ്രവൃത്തികൾ വരുമ്പോൾ പ്രവചനങ്ങളുണ്ട്, രോഗസൗഖ്യങ്ങളുണ്ട്, ഭൂതങ്ങളുടെ മേൽ അധികാരങ്ങളുണ്ട്. അപ്പൊ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി പറയുക. അതിനെ വേണം കൊണ്ടുവന്നു യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1-ാമത്തെ വാക്യം. പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. യേശു തന്റെ ശിഷ്യന്മാരോട് കടന്നു പോകുമ്പോ യേശുവിന്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാരെ ചോദിക്കുക. അപ്പം യേശു കർത്താവ് പറയുന്നിടത്ത് പലരെയും സൗഖ്യമാക്കുമ്പോൾ യേശു പറയുന്നൊരു സംസാരമുണ്ട്. എന്താണ്? നിന്റെ പാപങ്ങൾ ഞാൻ മോചിച്ചു തന്നിരിക്കുന്നതിനാൽ നീ കിടക്കയെടുത്ത് നടക്കാം. അപ്പൊ യേശുവിനോട് കൂടെ നടക്കുന്നത് ചോദിച്ചു, ഇവന്റെയോ അമ്മയപ്പന്മാർ ചെയ്തിട്ടാണോ ഇവൻ കുരുടനായി പിറക്കുവാൻ കാരണമായി തീർന്നത്? ഇവന് അമ്മയപ്പന്മാരോ ചോദിച്ചു. 3-ാമത്തെ വാക്യം. അതിന് യേശു അവൻ എങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവങ്കൽ എന്ത് വെളിപ്പെടാൻ പോവുക? ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുക. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്, ആത്മാവിൽ നിന്ന് യേശു പറയുന്നു, ഇവിടെ എന്നാ സംഭവിക്കാൻ പോവുക? ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുക. എന്നിട്ട് പറയുന്നു, എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ഈ നാം എന്ന് പറയുന്നത് ഞാനെന്നങ്ങ് പറഞ്ഞാൽ പോരെ? ശ്രദ്ധിക്കുന്നോ നിങ്ങള്? ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി. എന്നെ, അപ്പൊ ആരാ അയക്കപ്പെട്ടു?
അവൻ പിതാവാൻ ദൈവത്താൽ അയക്കപ്പെട്ടവൻ, പിതാവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കും. യേശുവിനെ കുറിച്ച് പറയുക, എന്റെ പ്രവൃത്തി എന്നാ ഞാനിവിടെ പറയുന്നു, എന്നെ അയച്ചവന്റെ പ്രവൃത്തി. അപ്പൊ എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകും. പകൽ ഉള്ളിടത്തോളം കാലം ആര് ചെയ്യണം? നാം എന്നുള്ള വാക്കിനകത്ത് ആരൊക്കെയുണ്ട്? ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ നമ്മളും ഉണ്ടോ? ഉണ്ടെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തി ആരുടെ മേലുണ്ട്? യേശു ക്രിസ്തു ചെയ്ത, യേശുവിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമം മഹത്വം എടുപ്പാൻ തക്കവണ്ണം നിങ്ങളെ കൊണ്ട് സ്വർഗം അത്ഭുതങ്ങൾ ചെയ്യും. എത്ര പേർ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്തു. ആത്മാവ് ഒരുവന്റെ മേലുണ്ടെങ്കിൽ അവൻ ആത്മാവിൽ പ്രവചിക്കും. ആമേ. ആത്മാവിൽ അവൻ രോഗികളെ സൗഖ്യമാക്കും, ആത്മാവിൽ അവൻ ഭൂതഗ്രസ്തരെ വിടുവിക്കും, അത്ഭുതങ്ങളും അടയാളവും ചെയ്യും. എന്നറിയ യേശുവിന്റെ നാമം ഉയർത്തപ്പെടുവാൻ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയുന്നു, അവൻ പ്രവൃത്തി ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നുണ്ട്. ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചം. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാ. എന്നിട്ട് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്തു തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി. കേട്ടോ, ഇന്ന് വരെ ഇല്ലാത്തൊരു പ്രവൃത്തി, മനുഷ്യൻ ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്തൊരു പ്രവൃത്തി യേശു ചെയ്യുക. യേശു തുപ്പി പൊടിയെടുത്തു, അതിനെ കുഴച്ചു. ഇവിടെ പറയുന്നു, ആ നിലത്തു തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി. ചേർ അവന്റെ കണ്ണിന്മേൽ പൂശി, നീ ചെന്ന് ശീലോഹോം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ശീലോഹോം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം. ഈ ദൈവത്തിന്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. മനുഷ്യൻ അസാധ്യമായി നിൽക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് എന്തല്ല. നിങ്ങൾ അസാധ്യം എന്ന് പറയും, ദൈവത്തിന് അസാധ്യമല്ല. ഇവിടെ പറയുന്നു, പൊടിയെടുത്തു, അവൻ തുപ്പൽ കൊണ്ട് അവൻ കുഴച്ചു, അവന്റെ കണ്ണിന്മേൽ പൂശിയിട്ട് പറഞ്ഞു, ശീലവാങ്കുളത്തിൽ പോയി നീ കഴുകിക്കോളാൻ പറഞ്ഞു. അവൻ അവിടെ നിന്ന് കഴുകി, അവൻ ശീലവാങ്കുളത്തിലേക്ക് പോയി. അവൻ പോയി കഴുകി കണ്ണു കാണുന്നവനായി മടങ്ങി വന്നു. ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടോ? യേശു കർത്താവ് പറയുന്നു, പിതാവിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ. യേശു പറയുന്നു, പിതാവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പറഞ്ഞു. ദൈവനാമം ഉയർത്തപ്പെടുവാൻ വേണ്ടി മാത്രമാണ്. ഇവന്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തിട്ടാണോ? അല്ല. ആരുടെ നാമം മഹത്വം എടുക്കുവാൻ. ഇന്ന് പകലിൽ അറിയണം, ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത് യേശുവിന്റെ നാമം മഹത്വം എടുക്കുവാൻ വേണ്ടിയാ. ഓ ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. നിന്നെ ദേശത്തിലാക്കി വെച്ചിരിക്കുന്നത്, നിന്നെ ഭവനത്തിന്റെ താമിയാക്കി വെച്ചിരിക്കുന്നത്, നിന്നെ ആ പട്ടണത്തിലാക്കി വെച്ചിരിക്കുന്നത് യേശുവിന്റെ നാമം മഹത്വം എടുക്കുവാനാ. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? അതുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പറയുന്നു, ഏതെങ്കിലും പട്ടണത്തിനകത്ത് നിന്ന് ചെന്നാൽ ആ പട്ടണത്തിന്റെ നന്മ നിന്റെ മേൽ വരിക തന്നെ ചെയ്യും. കാരണം യേശുവിന്റെ നാമത്തിന് ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. അവന്റെ നാമത്തെ ഉയർത്തപ്പെടുമ്പോ സ്വർഗം നിന്നെ ഉയർത്തുവാൻ തുടങ്ങും. അവന്റെ നാമത്തെ ഉയർത്തപ്പെടുമ്പോ അവന്റെ ആത്മാവിന ഇന്ന് വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. യേശു പറയുന്നൊരു വാക്യം ഇവിടെ പറഞ്ഞത്, അവന്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തിട്ടല്ല, ഇത് ദൈവനാമ മഹത്വപ്പെടുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തി അവങ്കൽ വെളിപ്പെടേണ്ടതിനത്രേ. ഹല്ലേലൂയ. അതിനുശേഷം തുപ്പലെടുത്തു, അവന്റെ അമ്മ അതിന് അവിടെ ചേറുണ്ടാക്കി, അവന്റെ കണ്ണിന്മേൽ പൂശി ശീലോഹാം കുളത്തിൽ കഴുകുക എന്ന് പറഞ്ഞു. അവൻ ശീലോഹം അയക്കപ്പെട്ടവൻ അർത്ഥം. അവൻ മടങ്ങി വരുന്നത് കണ്ണിന് കാഴ്ച ഉള്ളവനാണെങ്കിൽ ഇന്ന് പകലിൽ അറിയണം, അവൻ യേശു സ്വർഗത്തിലെ പിതാവിനെ മഹത്വപ്പെടുത്തിയെങ്കിൽ ഇന്ന് പകൽ അവന്റെ നാമത്തിൽ ഇന്ന് പകലിൽ അത്ഭുതങ്ങൾ നടക്കും. യേശുവിന്റെ നാമത്തിൽ എത്ര പേര് വിശ്വസിക്കുന്നു? രക്ഷിക്കപ്പെടുവാൻ, ഇന്ന് പകൽക്കാലം ഉയർത്തപ്പെടുവാൻ ഒരു നാമമേ ഉള്ളൂ, അതെന്റെ യേശുവിന്റെ നാമമാ. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് പറയുന്നു, ഹല്ലേലൂയ. അതുകൊണ്ട് പറയും, അയൽക്കാരും അവനെ മുമ്പ് ഇരിക്കുന്നവനായി കണ്ടവരും ഇവനല്ലോ ഭിക്ഷയാചിച്ചവൻ എന്ന് പറഞ്ഞു. അവൻ തന്നെ എന്ന് ചിലരും അല്ല. ചിലർക്ക് തർക്കമായി, അവനല്ല. കാരണം ദൈവപ്രവൃത്തി വെളിപ്പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. പിടികിട്ടിയോ? ദൈവപ്രവൃത്തി, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടെന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് ഇവർ പറയുക, അവൻ തന്നെ എന്ന് ചിലരും അല്ല എന്നും. അല്ല, അവനെ പോലെയുള്ളവനെന്ന് മറ്റു ചിലരും പറഞ്ഞു.
ഞാൻ തന്നെ എന്ന് അവൻ പറഞ്ഞു. ഇത് ദൈവത്തിന്റെ കരം എൻ്റെ കൂടെ ചലിച്ചതാ. ഓ, ഇന്ന് പകൽക്കാലം പറയണം, ദൈവത്തിന്റെ മഹത്വം എൻ്റെ മേൽ ഇറങ്ങിയതാ ഈ അത്ഭുതമാകുവാൻ കാരണം. ഓ, വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്വതന്ത്രം ചെയ്യും. അപ്പോൾ ആത്മാവിന്റെ പ്രവൃത്തി വന്നു പറഞ്ഞു. ഞാൻ കൊണ്ടുവരുന്ന സബ്ജക്ട് നിങ്ങൾ ശ്രദ്ധിച്ചോളാം. ആത്മാവിന്റെ പ്രവൃത്തി, ക്രിസ്തുവിന്റെ മേൽ പകരപ്പെട്ട ആത്മാവിന്റെ പ്രവൃത്തി പറഞ്ഞു. യേശു പറഞ്ഞു, ഞാൻ പിതാവിനെ ഉയർത്തപ്പെടുക. ആമേ, പിതാവിന്റെ മഹത്വം എടുക്കുക. പിതാവ് ആരിൽ കൂടെ മഹത്വം എടുക്കുന്നു? പുത്രനിൽ കൂടെ മഹത്വം എടുക്കുന്നെങ്കിൽ പുത്രൻ ആരിൽ കൂടെ മഹത്വം എടുക്കണം? നമ്മളിൽ കൂടെ മഹത്വം എടുക്കണം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തോത്രം ചെയ്തു. അതുകൊണ്ട് ദാവീദ് അല്ല നമ്മുടെ പ്രസംഗ വിഷയം, മോശെ അല്ല പ്രസംഗ വിഷയം, അഹറോൻ അല്ല വിഷയം, ചെങ്കടൽ അല്ല വിഷയം. നമ്മുടെ വിഷയം യേശുവെന്നോ യേശുവിന്റെ എന്ന രക്ഷകനാണ്. ഓ, വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. അതുകൊണ്ട് യേശുവിന്റെ ആത്മാവിനെ കുറിച്ച് പറഞ്ഞത് മർക്കോസിന്റെ 16-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ വരുമ്പോ അമ്മയെ മഹത്വത്തെ കുറിച്ച് പറയുക, ആത്മാവിനെ കുറിച്ച് പറയും. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്റെ നാമത്തിൽ. ഇവിടെ എല്ലാം പറയുന്ന ആരുടെ നാമം? കണ്ടോ? യേശുവിന്റെ നാമം ആരിൽ കൂടെ മഹത്വം എടുക്കണം? നമ്മളിൽ കൂടെ മഹത്വം എടുക്കണം. അപ്പൊ നമ്മളെ ദൈവം ഐക്യപ്പെടുന്നത് ആരെ കുറിച്ച് പറയുവാനാ? ആത്മാവ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ആരെ കുറിച്ച് പറയാനാ? യേശുവിനെ കുറിച്ച് പറയാൻ. ഞാൻ കുറച്ചുകൂടി വെളിപ്പെടുത്തി കൊണ്ടുവരും. മർക്കോസിന്റെ 16-17 വന്നപ്പോ പറയുക, വിശ്വസിക്കുന്ന ആരെ? വിശ്വസിക്കുന്നവർ, യേശുവിനെ വിശ്വസിക്കുന്നവർ ഈ അടയാളങ്ങൾ നടക്കും എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. കണ്ടോ? യേശുവിന്റെ ആത്മാവുള്ളവരുടെ മേൽ എന്തിന്റെ പ്രവൃത്തി വരും? ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇവിടെ പറഞ്ഞു കൊണ്ടുവന്ന വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച്. അമ്മ പറയും, നാമത്തിൽ അവർ എന്ത് ചെയ്യും? ഭൂതങ്ങളെ പുറത്താക്കും. അവർ പുതുഭാഷകളിൽ സംസാരിക്കും. ആത്മാവുള്ളവർ. കൊർന്നേല്യോസിന്റെ ഭവനത്തിനകത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെട്ടപ്പോൾ അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങി. സെഖിയോമാളി മുറിക്കകത്ത് കൂടിയിരുന്നവർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മേൽ ആത്മാവിറങ്ങി അവർ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ഇവിടെ ഒരു അടയാളം ഇട്ടിട്ട് പറയാം, നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ ആദ്യമേ ഞാൻ പറഞ്ഞു വെച്ചു, യേശു പറഞ്ഞു, ഞാൻ പിതാവിനെ മഹത്വപ്പെടുത്തുന്നുണ്ട്. ആമീൻ. പിതാവ് എന്നെയും മഹത്വപ്പെടുത്തുന്നു. ഇവിടെ പറയുന്നു, പുത്രനെ നിങ്ങൾ മഹത്വപ്പെടുത്തുന്നുണ്ട്, പുത്രൻ നിങ്ങളെ എന്ത് ചെയ്യും? മഹത്വപ്പെടുത്തും. അപ്പൊ ഇവിടെ പറഞ്ഞ വാക്കിനകത്ത് നോക്കിയേ, അങ്ങനെ എൻ്റെ നാമത്തിൽ യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ച യെരൂശലേമിലും യഹൂദിയിലും ലോകത്തിന്റെ ക്രിസ്തുവിന്റെ സാക്ഷിയാകുമെന്ന് പറഞ്ഞു. ഇറങ്ങി പുറപ്പെടുന്നവനോട് പറയുക, നീ പോകുന്നിടത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും വെളിപ്പെടാൻ തുടങ്ങും. അവൻ ആരാൽ അയക്കപ്പെട്ടവനാ? പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിന്നെ അയക്കുകയാ. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? ആമീൻ. നിങ്ങളുടെ മുന്നിൽ ഭൂതങ്ങൾ കീഴടങ്ങപ്പെടും, അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും, കുരുട്ടുകണ്ണുകൾ തുറക്കും, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തോ. അതുകൊണ്ട് പൗലോസ് പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നവനാ. അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ആത്മാവ് ഒരുവന്റെ മേൽ പകരപ്പെടാൻ തുടങ്ങിയ, ആത്മാവിന്റെ ശക്തി ഒരുവന്റെ മേൽ പകരപ്പെടാൻ തുടങ്ങിയ, നിന്റെ മുൻപിൽ ഇരുമ്പ് വാതിൽ അടച്ചാലും അത് തനിയെ തുറക്കപ്പെടാൻ തുടങ്ങും. നിന്റെ മേൽ ഇരിക്കുന്നത് എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനെന്ന് യോഹന്നാൻ വിളിച്ചു പറഞ്ഞത് ഈ ആത്മാവി നടന്നപ്പോഴപ്പെടാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പൊ യേശു കർത്താവ് പിതാവിനാൽ പറഞ്ഞു, പിതാവ് എന്നെ അയച്ചിരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ യേശു പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചെയ്യണം? ആമേ. ആത്മാവുള്ളവരോട് പറഞ്ഞു, ആമേ. പരിശുദ്ധാത്മാവിനെ പകർന്നവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചെയ്തോളാൻ പറഞ്ഞു? ഇറങ്ങി പുറപ്പെടാൻ പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി 8 വന്നേ. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. 8:14. അനന്തരം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം അവിടെ എല്ലാ പ്രസംഗങ്ങൾ നടന്നു. ഇവിടെ പറയും, അനന്തരം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അവർ ചെന്ന്, ഇവിടൊക്കെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം, ശരിക്കും ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. അവർ ചെന്ന്
അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്നുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നു. അവർ ആരുടെ നാമത്തിലാണ് സ്നാനമേറ്റേ? യേശുവിന്റെ നാമത്തിൽ. അപ്പൊ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. എന്ത് വന്നില്ല? പരിശുദ്ധാത്മാവ് വന്നില്ല. ഒന്ന് ശ്രദ്ധിച്ചോണേ. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ വിളിച്ചു, അവരുടെ മേൽ ഊതി. എന്തു വന്നെന്ന് പറഞ്ഞു? പരിശുദ്ധാത്മാവ് വന്നു. യേശു ക്രിസ്തുവിന്റെ ജനനം ആരാൽ? പരിശുദ്ധാത്മാവിനാൽ. യേശുവിന്റെ മാതാവ് എവിടേക്ക് പോയി? യോഹന്നാന്റെ ഭവനത്തിലേക്ക് പോയി. യോഹന്നാന്റെ ഭവനത്തിൽ ചെന്നപ്പോ എലിസബത്ത് ഗർഭിണിയായിരിക്കുന്നു. യോഹന്നാൻ അവർ പുറത്തേക്ക് വരുന്ന സമയത്ത് മറിയ ഇവർക്കൊരു വന്ദനം ചൊല്ലി. ഈ സമയം പിള്ളയും തുള്ളയും ആത്മാവിനകത്ത് നിറയാൻ തുടങ്ങി. യോഹന്നാന്റെ പദ്ധതി യേശുവിന് വേണ്ടി വഴിയൊരുക്കുവാനാ. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? യോഹന്നാനെ ദൈവം വിളിക്കുന്നത്, എലിസബത്തിന്റെ ഉദരത്തിൽ കുഞ്ഞിനെ കൊടുത്തത് യേശുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, യേശുവിനെ പരിചയപ്പെടുത്തുക. യേശുവിനെ പരിചയപ്പെടുത്തുന്നത് മനുഷ്യന്റെ ശബ്ദത്തിലല്ല, ആത്മാവിന്റെ ശബ്ദത്തിലാ. അതുകൊണ്ട് പരിശുദ്ധാത്മാവില് ഗർഭത്തിൽ ഇരിക്കെ തന്നെ എലിസബത്തിന്റെ മേൽ ആത്മാവ് പകർന്ന് പരിശുദ്ധാത്മാവിനാൽ കുഞ്ഞ് നിറഞ്ഞു. അപ്പൊ പരിശുദ്ധാത്മാവിനാ നിറഞ്ഞവൻ അവൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ കുനിഞ്ഞു അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ആത്മാവ് നിറഞ്ഞവൻ അബ്രഹാമിനെ പ്രസംഗിച്ചില്ല, ദാവീദിനെ പ്രസംഗിച്ചില്ല. അവൻ പറഞ്ഞു, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ, അവൻ നിങ്ങളെ തീയാലെ സ്നാനപ്പെടുത്തും. ഇന്ന് പകൽ അറിയണം, അവന്റെ ആത്മാവിന്റെ ഒരു നിറവുണ്ട്, അവന്റെ ആത്മാവിന്റെ ഒരു നിറവുണ്ട്, അവന്റെ ആത്മാവിനൊരു ശക്തിയുണ്ട്. യേശു പറഞ്ഞു, നിങ്ങൾ എന്റെ നാമത്തിൽ ഇറങ്ങി പുറപ്പെടുകയും രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതഗ്രസ്തരെ വിടുവിക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ദാനമായി കിട്ടിയത് ദാനമായി കൊടുപ്പീൻ. എന്തിനാൽ? ആത്മാവിനാൽ. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. യേശുവിൻ്റെ ശുശ്രൂഷയുടെ മുമ്പ് യോഹന്നാൻ വിളിച്ചു പറയുന്നു, സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടവനായ ഒരുവനുണ്ട്, അവൻ നമ്മുടെ ഇടയിൽ തന്നെ പാർക്കുന്നു എന്ന് വിളിച്ചു പറയുന്നു. ആത്മാവിനാൽ. ഇവിടെ പറയുന്ന വാക്കിനകത്തേക്ക് ഞാൻ വരും. ഇത് പെട്ടെന്ന് ഓടിച്ച് നിങ്ങളുടെ അകത്ത് കിടക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുകൊണ്ടുവന്നേ. ഇവിടെ പറയുന്നു, ആരാൽ പകരപ്പെട്ടവ? പത്രോസ് യോഹന്നാന്റെ മേലും പകരപ്പെട്ട ആത്മാവ്. ആരാൽ പകരപ്പെട്ടു കൊടുത്തു? ക്രിസ്തുവിൻ്റെ നിന്ന് പകരപ്പെട്ട പരിശുദ്ധാത്മാവ്. സഖ്യവും മളിയർ മുറിയിൽ നിന്ന് പാമ്പോ സ്വർഗത്തിൽ നിന്ന് അവരുടെ മേൽ അയക്കപ്പെട്ട പരിശുദ്ധാത്മാവ്. അവർ യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടു. ഒരുവന്റെ മേൽ ഒരുവൻ പകരപ്പെടുന്ന പരിശുദ്ധാത്മാവ്. ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇവിടെ പറയുക, അവർ പറയുന്ന വാക്കിനകത്താണ് അന്ന് വരെ, 16ാമത്തെ വാക്യം, അന്ന് വരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നില്ല. അവരുടെ മേൽ എന്ത് വന്നില്ല? ആത്മാവ് വന്നില്ല. ആത്മാവുള്ള രണ്ടുപേർ അവിടേക്ക് വന്നു. അവരുടെ പേരെന്നാ? പത്രോസും യോഹന്നാനും. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട രണ്ടുപേർ അവിടേക്ക് വന്നു. വന്നിട്ട് പറയുക, അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നതേ ഉള്ളൂ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. ഇന്ന് പകല് നിങ്ങളുടെ അകത്തറിയണം, പരിശുദ്ധാത്മാവിനെ ലഭിക്കപ്പെടുന്നത് ആത്മാവുള്ളവരുടെ കൈക്കീഴിൽ സ്നാനപ്പെടുകയും ആത്മാവുള്ളവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. ഹല്ലേലൂയ. ആത്മാവുള്ളവൻ, ജഡത്തിൽ നടന്ന് ആരാധിക്കുന്നവന്, ജഡത്തിൽ നടന്ന് ജീവിക്കുന്നവന് കൈവെക്കുമ്പോൾ ആത്മാവ് വരത്തില്ല. ആത്മാവ് നിറഞ്ഞെടുപ്പുള്ളവരുടെ മേൽ ആത്മാവുണ്ട്. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവിക തെരഞ്ഞെടുപ്പ് നിന്റെ മേലുണ്ടെങ്കിൽ, ദൈവം വിളിച്ച് വേർതിരിച്ചവരുടെ മേൽ പരിശുദ്ധാത്മാവുണ്ട്. അവർ രോഗികളെ
സൗഖ്യമാക്കോ, അവർ ഭൂതഗ്രസ്തരെ വിടുവിക്കോ, അവർ ഏലിയാവിനേക്കാളും ഏലീശായേക്കാളും ഇരട്ടി പങ്കി പ്രവചിക്കോ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറയണോ, ആത്മാവ് ഉണ്ടെങ്കിൽ അവൻ ജഡത്തിൽ പ്രസംഗിക്കാൻ പറ്റോ, ജഡത്തിൽ രോഗി സൗഖ്യമാകത്തില്ല, ജഡത്തിൽ പലതും ചെയ്യാൻ പറ്റോ. ആത്മാവുള്ളവൻ പ്രവചിക്കും, ആത്മാവുള്ള ഭൂതങ്ങളെ പുറത്താക്കും. കാരണം സ്വർഗത്തിന്റെ അനോയിന്റ്മെന്റ്, സ്വർഗത്തിന്റെ അധികാരം അവന്റെ മേലുണ്ട്. അവൻ ഉയർത്തപ്പെടുവാനുള്ള ഒരു നാമമേ ഉള്ളൂ, അത് നസറേനാം യേശുവിന്റെ നാമമാ. ഓ, വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ അത് സ്വതന്ത്രം ചെയ്യുന്ന പകലിൽ. ഹല്ലേലൂയ. പത്രോസ് യോഹന്നാനും അവരുടെ മേൽ കരം വെച്ചപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ആത്മാവിന്റെ നിറവിന്ന് പകൽ തിരിച്ചറിയണം. ആത്മാവിന്റെ നടത്തിപ്പ് ഒരുവന്റെ ജീവിതത്തിൽ വരുമ്പോ, ആത്മാവിന്റെ നിയോഗം ഒരുവന്റെ മേൽ വരുമ്പോ അവനെ പരിശുദ്ധാത്മാവിൽ വഴി നടത്തും. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അവൻ 8:29 വന്നേ, സമയത്തിന്റെ ദൈർഘ്യക്കുറവ്. 8:29. ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്തു ചെന്ന് തേരിനോട് ചേർന്ന് നടക്കാൻ. ആത്മാവ് ഫിലിപ്പോസ് ഒരിടത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ആത്മാവിനെ തിരിച്ചറിഞ്ഞോണേ. ആത്മാവ് ഫിലിപ്പോസിനെ കൊണ്ടുപോയി മരുഭൂമിയിൽ. എത്യോപ്യ രാജ്യയുടെ മന്ത്രിയായ ഷണ്ണൻ അവൻ രഥത്തിൽ യാത്ര ചെയ്യുക, തേരിൽ യാത്ര ചെയ്യുക. ആത്മാവ് ഫിലിപ്പോസിനോട് പറയുന്നു, ഫിലിപ്പോസേ, നീ തേരിനോട് ചേർന്ന് നടക്കുക. ഇന്ന് പകലിൽ ആത്മാവുള്ളവരറിഞ്ഞോണം, ദൈവശബ്ദം ഏതു സമയം മുഴങ്ങിക്കേക്കും. ഓ, ഇന്ന് പകൽക്കാലം വിളിക്കപ്പെട്ടവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആത്മാവിൻ്റെ ശബ്ദം നിന്റെ കാതുകളിൽ മുഴക്കുക. നിന്റെ വഴികളെ അവൻ നിനക്ക് നിരപ്പാക്കി തരും. നിന്നെ ഐക്യപ്പെടുന്നത് പരിശുദ്ധാത്മാവാ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നത്? നിന്റെ ഭാവിയെ അറിയുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, എൻ്റെ മരണത്തെ എൻ്റെ ജീവനെ അറിയുന്ന ഒരുവനേ ഉള്ളൂ. എൻ്റെ തുടക്കവും ഒടുക്കവും അറിയുന്ന ഒരുവനേ ഉള്ളൂ. എൻ്റെ താഴ്ച ഉയർച്ച അറിയുന്ന ഒരുവനേ ഉള്ളൂ. എൻ്റെ ഭാവി ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ വിളിച്ചു പറ, എവിടെ ഇരുന്നാലും അവിടെ ഇറങ്ങി വരുന്ന, എന്നോട് കൂടെ നടത്തുന്ന, എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ഒരു കർത്താവ് ഉണ്ടെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആത്മാവിന്റെ ഒരു നടത്തിപ്പ് നിങ്ങളുടെ മേൽ വന്ന, ആത്മാവിന്റെ ഒരു നടത്തിപ്പ് തലമുറയുടെ മേൽ വന്ന. അതുകൊണ്ട് യോശുവ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കാം. എന്നത് കാരണമെന്നറിയോ? പഴയ നിയമ പിതാക്കന്മാർ പറയുന്നു, അവൻ ഒരു കാര്യവും അസാധ്യമല്ലെങ്കിൽ ഇന്ന് പകൽ പകരപ്പെട്ട ആത്മാവിനാൽ നിങ്ങൾ ഒരു അത്ഭുതമായി മാറും. ഇവിടെ പറയുന്നു, ആത്മാവ് ഫിലിപ്പോസിനെ കൊണ്ടുപോകുക. എവിടെയൊക്കെ? എത്യോപ്യ രാജ്യയുടെ അവൻ മന്ത്രിയായിരുന്ന ഷണ്ണൻ യാത്ര ചെയ്യുന്ന തേരിനോട് ചേർന്ന് നടപ്പാൻ ആത്മാവ്. തേരിലിരുന്ന അവൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്ന ഷണ്ണൻ. അപ്പൊ ആത്മാവിലാണ് നടത്തപ്പെടുന്നത്. ഓ, ഇത് പകരം എത്ര പേര് വരുന്നുണ്ട് എൻ്റെ കൂടെ? അമേരിക്കയ്ക്ക് ഒരു വിസ അടിക്കുമ്പോ ചാടി എന്നാ പോയേക്കാന്ന് പറഞ്ഞ ആത്മാവ് പറഞ്ഞിട്ടാണോ? എൻ്റെ കൂടെ നിന്ന് വന്നേ. പരിശുദ്ധാത്മാവ് നിന്നോട് പറയാ, അമ്മി ഒറീസയിലെ പോയി ഗ്രാമങ്ങളിൽ പോയി സൂചനം പറയാൻ പറഞ്ഞ എങ്ങോട്ട് പോകും? ആത്മാവിന്റെ നടത്തിപ്പ് വന്നപ്പോ യെരുശലേമിന്റെ തെരുവിൽ മാത്രം നിന്നിരുന്ന തോമസ് പോലും പ്രാകൃത മനുഷ്യരായി നിൽക്കുന്ന ഇന്ത്യക്കകത്ത് വന്ന് സുവിശേഷം പറഞ്ഞെങ്കിൽ, കുലക്കളത്തിൽ വീഴപ്പെട്ടു പോയെങ്കിൽ, ഇന്ന് പകൽക്കാലം അറിയണം, അവർക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഒരു നാഥനെ അവർ കണ്ടതുകൊണ്ടാ ഇന്ന് പകൽ നിന്നെ പാപക്കൊഴിയുന്നു ശാപത്തിൽ നിന്ന് വിളിച്ചിറക്കിയ യേശുവിന് വേണ്ടി നിൽക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം അറിയണം, ആത്മാവിന്റെ നടത്തിപ്പിനെ തിരിച്ചറിയണം. ഇവിടെ പറയുന്നു, ആത്മാവിന്റെ നടത്തിപ്പ് പറയാ. തേരിലിരുന്നു ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് ഇവിടെ ചെന്ന് പറയാ, ആത്മാവ് ചോദിക്കുക അവന്. ഫിലിപ്പോസ് ഓടിച്ചെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്ന കണ്ടു. നീ വായിക്കുന്ന ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കുമെന്ന് അവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണമെന്ന് അപേക്ഷിച്ചു. തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗം ഇത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചേ. അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്നവന്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായ് തുറക്കാതിരുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറയെ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്നും അവന്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. ഷണ്ണൻ ഫിലിപ്പോസിനോട്, ഇത് പ്രവാചകൻ ആരെ കുറിച്ച് പറയുന്നു? തന്നെ കുറിച്ചോ മറ്റൊരുത്തനെ കുറിച്ചോ എന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു.
ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ച് ആരെ അവിടെ കൊണ്ടുവന്നു? ആരാൽ അയക്കപ്പെടുന്നു? ആത്മാവ് ആരെ കുറിച്ച് പറയാനാണ് അമ്മ ഷണ്ണന്റെ അരികിൽ കൊണ്ടുവന്നത്? യേശുവിനെ കുറിച്ച് പറയാനാണ്. യേശുവിനെ കുറിച്ച് പറയാൻ കൊണ്ടുവന്നു. അവൻ വായിച്ചുകൊണ്ടിരുന്ന വാക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. ആമി യേശുവിനെ കുറിച്ചുള്ള തിരുവെഴുത്ത് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആമി ആത്മാവിന്റെ പ്രേരണയാൽ ഫിലിപ്പോസ് ചോദിക്കും, നിനക്കിത് വായിക്കുന്നതിന്റെ പൊരുൾ മനസ്സിലാകുന്നുണ്ടോ? അവൻ പറഞ്ഞു, ആർക്കും എനിക്ക് പൊരുൾ തിരിച്ചു തരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവനും കൂടി ആ തേരിൽ കയറിയതിനു ശേഷം ആമി തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള ശുശ്രൂഷ സുവിശേഷം അറിയിച്ചു. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്നത് ആരെ കുറിച്ച് പറയാൻ? പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആത്മാവ് നമ്മളെ അയക്കുന്നത് യേശുവിനെ കുറിച്ച് വെളിപ്പെടുത്തുവാൻ. ഇവിടെ പറയുന്നു, അറിയിപ്പാൻ തുടങ്ങി. തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ വെള്ളം ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ഡൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം? അപ്പൊ യേശുവിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോ അതിനകത്ത് എന്ത് വന്നു കഴിഞ്ഞു? സ്നാനം വന്നു. പിടികിട്ടിയോ? ആത്മാവ് വെളിപ്പെടുത്തിക്കൊണ്ട് വന്നപ്പോ സ്നാനം വെളിപ്പെടുത്തി. എപ്പോഴും പറയുന്നു. അപ്പൊ ഈ ഷണ്ണൻ തന്നെ ചോദിക്കുക, എന്നാ പറയുന്നേ? ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം? 37. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആരിൽ വിശ്വസിക്കണം? എന്നിൽ വിശ്വസിക്കുന്നവർക്ക് ഈ അടയാളങ്ങൾ ഉണ്ടാകും. അവർ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, അവർ രോഗികളെ സൗഖ്യമാകും. ആരിൽ വിശ്വസിക്കണം? യേശു കർത്താവിൽ വിശ്വസിക്കുന്നവരിൽ. ഇവിടെ പറയുക, ഷണ്ണോട് പറയുക, നീ യേശു ക്രിസ്തുവിൽ എങ്ങനെ വിശ്വസിക്കണം? പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, അവന്റെ മറുപടി. ഫിലിപ്പോസ് ചോദ്യം, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ? യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞു തീർത്തവൻ ചോദിച്ചു, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ? അവൻ പറഞ്ഞ വാക്ക് കണ്ടോ? യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വെളിപ്പെടുന്നുണ്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എങ്ങനെ സ്നാനം നടന്നേ? ഇരുവരും വെള്ളത്തിൽ ഇറങ്ങണം. വേറെ ഒരു മാർഗങ്ങളും ഇല്ല, വേറെ ഒരു പോക്ക് വഴിയില്ല, ഒറ്റ വഴിയുള്ളൂ. എന്ത് ചെയ്യണം? ഇരുവരും വെള്ളത്തിലിറങ്ങി അവനെ സ്നാനം കഴിപ്പിച്ചു. അവർ വെള്ളത്തിൽ നിന്നും കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ലോകത്തിന്റെ അത്തോളം ക്രിസ്തുവിന്റെ നിങ്ങൾ സാക്ഷിയാവും. ഇവിടെ നോക്കിയേ, മരുഭൂമിയിൽ ഇരിക്കുന്ന എത്യോപ്യ രാജ്യയുടെ മന്ത്രിയായ ഷണ്ണന്റെ അരികിൽ ഫിലിപ്പോസിനെ ആര് കൂട്ടിക്കൊണ്ടുവന്നു? ആത്മാവ് കൂട്ടിക്കൊണ്ടുവന്നു. യേശുവിനെ കുറിച്ച് പറയുന്നു, സ്നാനപ്പെടുത്തുന്നു. അതിനുശേഷം വെള്ളത്തിൽ നിന്ന് കയറിയപ്പോ ഫിലിപ്പോസിനെ കാണുന്നില്ല, ആത്മാവനെ കൂട്ടിക്കൊണ്ടുപോയി. വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ വഴിയും വാതിലും ആത്മാവിനാൽ ഒരുക്കപ്പെടും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിന്റെ വഴിയും വാതിലും, നിന്റെ ഭവനത്തിന്റെ വിടുതലുകളും, നിന്റെ ജീവിതത്തിന്റെ സുവിശേഷവും ആരാൽ നടക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ. അതുകൊണ്ട് പറയുന്നു, ഫിലിപ്പിയ ലേഖനത്തിൽ പറയും, നിങ്ങൾ ഒന്നിനെ കുറിച്ചോ വിചാരപ്പെടേണ്ട. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആത്മാവ് ഒരുവനെ നടത്തുവാൻ തുടങ്ങിയ, ആത്മാവ് ഒരുവനെ കരുതുവാൻ തുടങ്ങിയ, ആത്മാവ് ഒരുവന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയ, ഇന്ന് കാണുന്ന പല വഴികളും മാറുകുഞ്ഞേ, അവൻ നിന്നെ ഐശ്വര്യമായി നടത്തും. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. നിന്റെ ഭവനത്തെ പിശാച് ബാധിച്ചെന്ന് പറഞ്ഞ് ആരും മുതലെടുക്കരുത്. ആത്മാവിൽ ഒരുവൻ നിറയാൻ തുടങ്ങിയ അവന്റെ മുന്നിൽ പിശാചുകൾ കീഴടക്കപ്പെടും. ഇത് പിശാചിനെ ജയിച്ചവന്റെ ആത്മാവുള്ളതാ. ഹല്ലേലൂയ.
വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. നിന്റെ മേൽ ഇട്ടിരിക്കുന്ന അഭിഷേകം പിശാചിനെ പുറത്താക്കാനുള്ളതാ, രോഗികളെ സൗഖ്യമാക്കാനുള്ള, ബന്ധനങ്ങളെ അഴിക്കുവാനുള്ളതാ. എന്നിട്ട് നീ പറഞ്ഞുകൊണ്ട് നടക്കുവാണോ ആരാണ്ട് എനിക്കിട്ട് ഏതാണ്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ന് പകൽ വിളിച്ചു പറയരുത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നവനോ. പത്മോസിനകത്തിരുന്ന് യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഇന്ന് പകൽ ആത്മാവുള്ളവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഒരുവനെ നടത്തുവാൻ തുടങ്ങിയ അവൻ ലോക മനുഷ്യനല്ല, അവൻ ആത്മ മനുഷ്യനായി മാറും. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? അപ്പൊ ആത്മാവിന് ഒരു പ്രവൃത്തിയുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ക്രിസ്തുവിന്റെ അതേ ആത്മാവ് യേശു കർത്താവ് വെള്ളത്തിന്റെ മീതെ നടന്നു. ഭയങ്കര കാറ്റും കോളുമുള്ളപ്പോ ശിഷ്യന്മാർ പടകിലിരുന്ന് ഭയത്തോടെ നിലവിളിക്കുമ്പോ അവരുടെ മധ്യത്തിലേക്ക് തിരമാലയുടെ മധ്യത്തിൽ നടന്നു വന്നെങ്കിൽ ആത്മാവിന് അസാധ്യമായ ഒരു കാര്യവുമില്ല. അത് കടലിനെ ശാസിച്ചാൽ, കാറ്റിനെ ശാസിച്ചാൽ, മരിച്ചവരുടെ മേൽ അവന്റെ ജീവനെ പകർന്നാൽ, ഇന്ന് പകൽക്കാലം നിന്നെ തകർക്കാൻ ഒരു കാറ്റുണ്ടെങ്കിൽ നിന്നെ ഉയർത്താൻ അടുത്ത കാറ്റ് വരിക തന്നെ ചെയ്യും. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിന് ഭയത്തിന്റെ കാറ്റ് വന്നപ്പോ, ഭയത്തിന്റെ അവസ്ഥ വന്നപ്പോ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. അവൻ ശിഷ്യന്മാർ ചെതറിപ്പോയി. അവർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോ അവന്റെ മധ്യത്തിലേക്ക് സ്വർഗ്ഗമിറങ്ങി വന്നു. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ വന്നപ്പോ ഒരു കൊടിയ കാറ്റ് അവരുടെ മേൽ അടിക്കുന്നതായി വന്നു. അവർ പറഞ്ഞു, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേൽ അവന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞില്ലേ? ഇന്നത്തെ ആത്മാവ് ഞങ്ങളുടെ മേലുണ്ട്. യേശുവിന്റെ നാമത്തിൽ നിന്ന് വിളിച്ചു പറ, അതേ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേലുണ്ട്. ഞങ്ങളുടെ കൈകളിൽ രോഗികൾ സൗഖ്യമോ, ഞങ്ങളുടെ കൈകൾ ഭൂതഗ്രസ്തർ വിടുവിക്കപ്പെടും, അവൻ മരിച്ചവർ ഉയർക്കും. ഞാൻ ഇന്ന് പകൽക്കാലം പറ, എന്നെ അസാധാരണനായ ഒരുവനാക്കി മാറ്റുന്നത് എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവാണെങ്കിൽ ഇന്ന് പകൽ വിളിച്ചു പറ, ഇതേ പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ പകരപ്പെട്ട, പത്രോസിന്റെ മേൽ പകരപ്പെട്ട, ഫിലിപ്പോസിന്റെ മേൽ പകരപ്പെട്ട, മത്തായിയുടെ മേൽ പകരപ്പെട്ട അതേ ആത്മാവ് എന്റെ മേലുള്ളത്. അത് ഭയത്തിന്റെ ആത്മാവല്ല, ഭീരുത്വത്തിന്റെ ആത്മാവല്ല, അത് ജയത്തിന്റെ ആത്മാവാണ്. അത് കല്ലറകളെ ഭേദിച്ചവന്റെ ആത്മാവാണ്. ഓ, വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. നിന്നെ ഭയത്തിലേക്ക് കൊണ്ടുവരുന്നത്, അമ്മ ഭീരുത്വത്തിലേക്ക് കൊണ്ടുവരുന്നത് അത് പരിശുദ്ധാത്മാവല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിന്റെ ഭവനത്തിൽ വന്നിട്ട് പറയും, അമ്മ ആരാണ്ട് ഏതാണ്ട് ചെയ്തു വെച്ചിരിക്കുക കേട്ടോ, ആരാണ്ട് ചെയ്തു വെച്ചിരിക്കുക, അതുകൊണ്ട് നിനക്ക് ദോഷം വരെ ഇല്ല. ഒറ്റേ നിനക്കൊരു ദോഷവും വരത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. നിന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ അത് വലിയവനെന്ന് വിളിച്ചു പറയുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുക. പരിശുദ്ധാത്മാവ് ശക്തിയാണ്, പരിശുദ്ധാത്മാവ് നിറമാണ്, പരിശുദ്ധാത്മാവ് അഭിഷേകമാണ്. അത് നുകങ്ങളെ തകർക്കുന്നതാണ്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ആമേ. ഇന്ന് പകൽക്കാലം അറിയണം, എൻ്റെ ഭാവിയെ അറിയുന്നവൻ. ഓ, എനിക്കൊരു നല്ല കർത്താവുണ്ടെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് അന്നേരം ആത്മാവിൻ്റെ എത്ര എന്തുണ്ടെങ്കിലും ആത്മാവ് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. പിടികിട്ടിയോ? ആത്മാവ് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ചലിപ്പിക്കും. ആത്മാവിൻ്റെ ഒരു ചലനമുണ്ടാകും. അത് നീ ചില ഭവനത്തിൽ ചെല്ലുമ്പം അവിടെ ചലനമുണ്ടാകും. ഹല്ലേലൂയ. യായിറോസിൻ്റെ ഭവനത്തിൽ ചലനമുണ്ടായി. യേശു പൊടി കൊണ്ട് തുപ്പലുണ്ടാക്കി കണ്ണിന്മേൽ പൂശിയപ്പോൾ അവൻ്റെ കണ്ണ് തുറന്നെങ്കിൽ ആത്മാവിന് പ്രവൃത്തിയുണ്ട്, ആത്മാവിന് പ്രവൃത്തിയുണ്ട്. ദൈവനാമ മഹത്വപ്പെടുവാൻ തക്ക ഘോരഘോരം പ്രസംഗിക്കുന്നതിലല്ല പ്രവൃത്തി വെളിപ്പെടണം. ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലൻ നിൽക്കുന്നു ആത്മാവിൻ്റെ ശക്തിയിൽ. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 15-ാം വാക്യത്തിൽ വരുമ്പോ അപ്പോസ്തലൻ പ്രവർത്തിക്കാത്ത പറയുക, അവൻ ഇറങ്ങി വരുന്ന വഴിയോരത്ത് വിരിപ്പിന്മേൽ ജനത്തെ കൊണ്ട്, വ്യാധികൾ പിടിച്ച രോഗികളെ കൊണ്ട് കിടത്തുക. പത്രോസിന്റെ നിഴലെങ്കിലും തട്ടിയാൽ അവൻ സൗഖ്യമുള്ളവരായി മാറും. ഇന്ന് പകൽക്കാലം പറ, ഇതേ പരിശുദ്ധാത്മാവിനെ അത്ര നിങ്ങളുടെ മേൽ പകരപ്പെട്ടത്. ഇതേ പരിശുദ്ധാത്മ അത് ഭയത്തിന്റെ ആത്മാവല്ല, അത് ജയത്തിന്റെ ആത്മാവാ. അതിനെ പിശാചിനെ ബന്ധിക്കാൻ പറ്റത്തില്ല, പിശാചിന്റെ ബന്ധനത്തെ അഴിക്കാൻ
പ്രവർത്തിക്കുന്നവന്റെ ആത്മാവ്. ആമി യേശുവിനെ കുറിച്ച് പറഞ്ഞു, യോഹന്നാൻ പറഞ്ഞു, ആമി പുത്രൻ തമ്പുരാൻ വന്നതിനെ കുറിച്ച് പറയുക, ആമി ലോകത്തെ പിശാചിന്റെ ബന്ധനങ്ങളെ അഴിപ്പാൻ അത്രേ ദൈവപുത്രൻ പ്രത്യക്ഷനായത്. യേശുവിന്റെ മേൽ വ്യാപരിച്ച അതേ ആത്മാവ് നിന്റെ മേൽ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നീ വിളിച്ചു പറയണം, നിന്നെ ആത്മാവ് നടത്തും. ആമി ഒരു ദോഷവും തട്ടാതെ, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കാതെ നിന്നെ സംരക്ഷിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആമി രോഗത്തെ കൊണ്ടിടുവാൻ ഒരു ശക്തിയാണെങ്കിൽ അതിനെ ജയിക്കുന്ന ഒരു പരിശുദ്ധാത്മ കൃപ നിന്റെ മേലുണ്ട്. ഹല്ലേലൂയ. ആത്മാവ് മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ, ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ, ഇത് നമ്മുടെ അകത്ത് വെളിപ്പെട്ടില്ലെങ്കിൽ, ആമി ഇത് അകത്ത് നമ്മുടെ വെളിപ്പെടുന്നില്ലെങ്കിൽ നമ്മളെ മുതലെടുക്കും. പിടികിട്ടിയോ? നമ്മളെ ഇത് മുതലെടുക്കും. നമ്മൾ വന്നിച്ച് പറയും, ഒരു തല പൊട്ടിച്ച് രണ്ട് കുരിച്ച് പറയും, ഓ അയലോക്കംകാരെ കുട്ടുപുട്ടുപുടാ വെച്ചു പറയും, അയലോക്കംകാരൻ ഏതാണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്, അമ്മ അതിന് അമ്മ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. എൻ്റെ കൊച്ചെ, നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്നതാണ്. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. സ്വർഗം നിനക്ക് കാവല. സക്കറിയ പ്രവാചകന്റെ പുസ്തകം പറഞ്ഞു, നിനക്ക് ചുറ്റും തീ മതിലായി സ്വർഗം ഇറങ്ങി നിൽക്കും, നിനക്ക് ദൂതന്മാർ കാവലിരിപ്പുണ്ട്. ഓ, ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കണം? ആത്മാവിന്റെ നടത്തിപ്പ് ആരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവന്റെ അകത്ത് വെളിപ്പെടണം. വെളിപ്പെടുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. 1 കൊരിന്ത്യരിലേക്ക് വന്നു. 1 കൊരിന്ത്യർ 14-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം പൗലോസ് പറയുന്നൊരു ഭാഗമാണ്. 1 കൊരിന്ത്യർ 14-15. ആകയാൽ എന്ത്? ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ട് പാടും. അപ്പൊ ഈ ആത്മാവിന്റെ നിറവും വരും, ബുദ്ധി കൊണ്ടുള്ള പരിജ്ഞാനവും വരും. രണ്ടിനെ തിരിച്ചറിയണം. രണ്ടിനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നിങ്ങളിൽ ആത്മാവുണ്ട്, തിരിച്ചറിയാം. ജഡത്തിലാണോ നിൽക്കുന്നത്, ആത്മാവിലാണോ നിൽക്കുന്നത് അറിയണം. ജഡത്തിലാണോ പ്രസംഗിക്കുന്നത്, ആത്മാവിലാണോ തിരിച്ചറിയണം. അപ്പൊ ഇവിടെ പറയുന്ന പൗലോസ് പറയും, ഞാൻ എങ്ങനെയൊക്കെ ചെയ്യും? ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, ഞാൻ ചില പ്രാസത്തിനനുസരിച്ച് പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ട് ഞാൻ പാടും. എവിടാ? പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ കിടക്കുക. അവിടെ ബുദ്ധിയല്ല, ആത്മാവാ. അവരാത്മാവിൽ നിറഞ്ഞപ്പോ കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. പത്മോസിനകത്ത് ഒരുവൻ നിന്നുകൊണ്ട് ആത്മാവിൽ നിറഞ്ഞെന്ന് പ്രാർത്ഥിച്ചപ്പോ സ്വർഗം അവന്റെ മുന്നേ വെളിപ്പെടാൻ തുടങ്ങി. 2 മണ്ഡലങ്ങൾ നിങ്ങൾ അറിഞ്ഞു. ഒന്ന് ബുദ്ധി കൊണ്ട്. പ്രതിസന്ധിയുടെ മുന്നേ, പ്രതികൂലത്തിന്റെ മുന്നേ ബുദ്ധിയല്ല, ആത്മനിർവഹത്തുണ്ടാവണം. ചില പ്രതിസന്ധിയുടെ മുന്നേ കൂടെ നീ നടന്നു പോകുമ്പോ ആത്മാവ് നിന്നോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുക. ഇന്ന് പകലെ അകത്ത് വെളിപ്പെടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ വഴി ഇതാകുന്നു എന്ന് വെളിപ്പെടുത്തുന്ന ഒരു ആത്മാവുണ്ട്. നിന്റെ ഭാവി അറിയുന്ന, ഇന്ന് പകൽക്കാലം അറിയണം, വിളിച്ചു വേർതിരിച്ച് ഒരു ദൈവത്തിന്റെ മുൻപിലാണ് നിൽക്കുന്നെങ്കിൽ ഇന്ന് പകലിൽ അറിയണം, ആത്മാവിന്റെ നിറവിനോളം വരണം. പരിശുദ്ധാത്മാവിൽ ആത്മാവിന്റെ നടത്തിപ്പാറിലേക്ക് വരണം, നമ്മളിലേക്ക് പൂർണ്ണമായി വരണം. നമ്മളെ അകത്ത് വെളിപ്പെടാതിരിക്കുന്നത്, അകത്ത് വെളിപ്പെടുത്താതിരിക്കുന്നത് പിശാചിന്റെ തന്ത്രം. അതറിയണം. ഗലാത്യലേഖനം 1 എടുത്ത് 2-ാമത്തെ 20-ാമത്തെ വാക്യം, 2:20. ഗലാത്യലേഖനം 2:20. പൗലോസ് പറയുക, ആത്മാവിലുള്ളവൻ പറയുക, ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ. ഇവിടെ പൗലോസ് പറയുക, പൗലോസ് പറയുന്ന ഭാഗം നിങ്ങൾ കണ്ടോ? ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ പഴയ മനുഷ്യൻ എവിടെ പോയി? പഴയ മനുഷ്യൻ പൗലോസിനെ നോക്കണം. സമ്പന്നനായ ഒരു മനുഷ്യൻ, പ്രാകൃതനായ ഒരു മനുഷ്യൻ ക്രിസ്തുവിലേക്ക് വന്നപ്പോഴോ ലാഭമായിരുന്നത് മുഴുവൻ ഛേദമെണ്ണി.
പൗലോസിന് ലാഭമെന്ന് തോന്നിയത് മുഴുവനും ഛേദമെന്ന് എണ്ണി. ബാക്കി പറയുന്നു എല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണി. ക്രിസ്തുവിനോടുള്ള സ്നേഹം വന്നപ്പോ, ആത്മാവ് ഒരുവന്റെ മേൽ വരുമ്പോ ക്രിസ്തുവിന് യോഗ്യമാവണ്ണം ആത്മാവ് നടത്തണം. എപ്പോഴും ഞാൻ പറയുന്നൊരു മണ്ഡലമുണ്ട്, ക്രിസ്തു ഒരു ആദായ മാർഗമാകരുത്. ക്രിസ്തു നിത്യതയായി മാറണം. ഇവിടം വിട്ടുന്ന എപ്പോഴെന്ന് അറിയത്തില്ല. ഗ്യാരണ്ടി ഇല്ലാത്ത ഒന്നേ ഉള്ളൂ, ഈ ഭൂമിയിലെ ജീവിതമാണ്. സ്വർണത്തിന് ഗ്യാരണ്ടി പറയും, ടി വിക്ക് ഗ്യാരണ്ടി പറയും, വണ്ടിക്ക് ഗ്യാരണ്ടി പറയും, എല്ലാത്തിനും ഗ്യാരണ്ടി ഉണ്ട്. ഗ്യാരണ്ടി ഇല്ലാത്ത ഒന്നേ ഉള്ളൂ, മനുഷ്യന്റെ ജീവൻ. അതേത് സമയവും സൃഷ്ടാവ് തിരിച്ചു വിളിച്ചാൽ മടങ്ങിപ്പോയേ പറ്റുള്ളൂ. നീ ഇവിടെ കൂട്ടിവെക്കുന്ന ഒന്നും, ഒരു യേശു പറയുന്നു, നീ ഇവിടെ കൂട്ടിവെക്കുന്ന എല്ലാം കൂട്ടിവെച്ചിട്ട് സന്തോഷിക്കുന്ന ഒരു ജീവിതം വന്നെങ്കിൽ ആനന്ദിക്കുക എന്ന് പറഞ്ഞാൽ, ഈ രാത്രി നിന്റെ ആത്മാവിനെ തിരിച്ചു വിളിച്ചാൽ ഇന്ന് പകൽക്കാലം അറിയണം, എന്റെ സഹോദര, വാരി പിടിച്ചതൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. നീ നേടിയത് നന്മ നേടിയെങ്കിൽ നിത്യതയിൽ നന്മയുടെ ഓഹരിയായി മാറും. ഈ ഭൂമി 3 റിമോട്ട് കൊണ്ട് ഗേറ്റ് വെച്ചാൽ, അകത്ത് ബംഗ്ലാവ് വെച്ചാൽ, അവിടുന്ന് സുവിശേഷം പറഞ്ഞാൽ അക്കരെ ചെല്ലത്തില്ല. ചെല്ലണമെങ്കിൽ താഴേക്ക് ഇറങ്ങി വന്ന യേശുവിനെ കർത്താവെന്ന് വെളിപ്പെടുത്തി കൊടുത്ത് അവനെ സമനായി അവനോട് ചേർന്ന് നടന്നാൽ ഇന്ന് പകൽക്കാലം വരെ നിത്യമായ ഒരു സ്വർഗം നിനക്ക് വേണ്ടി ഒരുക്കും. അവിടെ പറയുന്ന എന്റെ വിശ്വസ്തനാ ദാസരേ എന്നുള്ള വിളി നിനക്ക് കേൾക്കാൻ പറ്റണമെങ്കിൽ, അത് നടത്തണമെങ്കിൽ ആത്മാവ് വേണം. ഇന്ന് പകൽ പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മോടിയോടി വസ്ത്രം ധരിച്ചാലല്ല, ഹല്ലേലൂയ, മോടിയോടി നടക്കുന്നതിലല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ മണ്ണെ പ്രതി ഈ മാണിക്യം ഞാൻ വിടുകയില്ല. എത്ര പേരാമി പറയുന്നുണ്ട്? ഹല്ലേലൂയ. ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങളോടുകൂടി എന്നെ മാടി വിളിച്ചാൽ ഈ മണ്ണെ പ്രതി എൻ്റെ അപ്പനെ ഞാൻ വിടത്തില്ലെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാ. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ളത് മുഴുവൻ നഷ്ടപ്പെട്ടു പോയാൽ എന്റെ അപ്പ നഷ്ടപ്പെടുന്ന ഒന്നോ എന്റെ ജീവിതത്തിൽ വേണ്ടെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കാണുന്ന കാറും, ഇന്ന് കാണുന്ന ബംഗ്ലാവും, ഇന്ന് കാണുന്ന എസ്റ്റേറ്റോ എല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കും. ആരെ കളിപ്പിച്ച് സമ്പാദിക്കാൻ പറ്റും, യേശുവിന്റെ നാമം പറഞ്ഞ് മേടിക്കാൻ പറ്റും. പക്ഷെ ഒരു ദിവസം അത് കണക്ക് തോന്നിക്കേണ്ടതാ. ഒന്നീ നിനക്ക് തീപ്പൊയ്യോ അല്ല രാജാവിന്റെ കൂടെ ഒരു വാസം. ഇന്ന് പകല് തീരുമാനമെടുത്തോളൂ, ആത്മാവുള്ളവൻ അവനോട് കൂടെ. പരിശുദ്ധാത്മ ശബ്ദം കേട്ടവൻ മാത്രം അവനോട് കൂടെ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്തു. അതുകൊണ്ട് ഇവിടെ പൗലോസ് പറയുകയാണ്, പൗലോസ് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോട് കൂടെ. എത്ര പേര് പറയും, ഞാൻ കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, എൻ്റെ ക്രിസ്തുവിൻ്റെ ആത്മാവിനല്ല. എന്നെ നടത്തുന്നത് അവൻ്റെ പരിശുദ്ധാത്മാവാ. ഇന്ന് പറയാൻ പറ്റുമോ, എന്നെ നടത്തുന്നത് അവൻ്റെ പരിശുദ്ധാത്മാവാ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന് എത്ര പേര് പറയുന്നുണ്ട്? 2025 അവസാനിക്കുന്ന ദിവസം ഡിസംബർ മാസം ഉപവാസത്തിലിരിക്കുമ്പോൾ ഞാൻ കേട്ട ഒരു ദൈവശബ്ദമുണ്ട്, നീ കുറച്ചുകൂടെ താഴുക. 2025 ഞാൻ താഴാവുന്ന ഒത്തിരി താഴുന്നെന്ന് പറഞ്ഞപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, നീ കുറച്ചുകൂടെ താഴുക, നീ തുടച്ചുകൂടെ താഴുക. ഇന്ന് പകൽക്കാലം വരണം. ആത്മാവിൻ്റെ ശബ്ദം കേൾക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ആത്മാവിൻ്റെ ശബ്ദം കേൾക്കുന്നവർക്കായി ഹല്ലേലൂയ. മറ്റൊന്നും കണ്ടുകൊണ്ടാകല്ല കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്, യേശുവിനെ കണ്ടുകൊണ്ടാണെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്തു. പൗലോസ് ഇറങ്ങിത്തിരിക്കുന്ന മറ്റൊന്നും കണ്ടിട്ടല്ല. ഇതൊരു ആദായം കണ്ടല്ലോ ഇറങ്ങിത്തിരിച്ചു. ആത്മാവിൻ്റെ പ്രേരണയാലേക്ക് പൗലോസ് പറയും, ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ക്രിസ്തുവത്രേ ജീവിക്കുന്ന. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ, എനിക്ക് എന്നെ പൂർണ്ണമായി യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്. യേശുവിന്റെ അരികിൽ ഒരുവൻ വന്നു, എന്നിട്ട് പറഞ്ഞു, പഴയ നിയമത്തിലെ കൽപ്പനകളെല്ലാം ഞാൻ അനുസരിക്കുന്നതാ. യേശു പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്, നീ വിറ്റിട്ട് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക. ഇത് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എത്ര പേർക്ക് അങ്ങോട്ടുള്ള പാസ് ദൈവം തമ്പുരാൻ വെച്ചിട്ടുണ്ടെന്ന്.
പിടികിട്ടുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആത്മാവിൻ്റെ നടത്തിപ്പല്ലാത്തതൊന്നും അങ്ങോട്ടില്ല. ആത്മാവിൽ ഇന്ന് പകൽക്കാലം ഇവിടെ വലിയൊരു ശവോടക്ക് കിട്ടാം, ഇവിടെ വലിയ മഹത്വം എടുക്കാം, പക്ഷെ അവിടെ കാണത്തില്ല. അവിടെ തീ പോയി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം രാജാവ് വരുമെന്നുള്ളൊരു ബോധ്യം അകത്തുള്ളവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് പറയുന്നു, പൗലോസ് പറയുന്നു, ഇതെല്ലാം ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ എല്ലാം ഞാൻ ചവർന്ന് വെണ്ണുമാൽ, കാരണം എൻ്റെ മേൽ വ്യാപരിക്കുന്ന സ്വർഗത്തിലെ ആത്മാവാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നു, വേഷത്തിൽ മനുഷ്യനായി താഴ്ന്ന ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവൻ, ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ താഴ്ന്ന ഭൂമിയിലേക്ക് ഇറങ്ങി വന്നൻ. ആ കർത്താവിൻ്റെ ഗുരുനാഥനാണെങ്കിൽ വേഷത്തിൽ മനുഷ്യനായി വന്നവൻ അവൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുവാൻ തക്കവണ്ണം സ്വർഗം ശക്തീകരിക്കണം. പരിശുദ്ധാത്മാവുള്ളവൻ താഴ്മയുള്ളവനാകും. പരിശുദ്ധാത്മാവുള്ളവൻ ദൈവാത്മാവിൻ്റെ നടത്തിപ്പുള്ളവൻ ഇങ്ങനൊന്നുമല്ല, താഴ്മയോടെ ദൈവസന്നിധി നിൽക്കുന്നവനാകും. എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. അതുകൊണ്ട് റോമാലേഖനത്തിലേക്ക് വന്ന്, റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം, റോമാലേഖനം 8:26. തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്ത്? ചില പ്രതിസന്ധി വരുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ടോ? ചില പ്രതികൂലത്തിൽ കൂടെ വരുമ്പോൾ, കണ്ണുനീരിൽ കൂടെ വരുമ്പോൾ, പ്രശ്നത്തിൽ കൂടെ വരുമ്പോൾ പ്രാർത്ഥന കൊണ്ട് ഫലിക്കുന്നില്ലെന്ന് തോന്നിയിട്ടില്ലേ? ആ പ്രാർത്ഥന അങ്ങോട്ട് ഏൽക്കുന്നില്ല. എന്നോട് അങ്ങോട്ട് ദൈവാത്മാവ് ഇടപെടുന്നില്ല. പലപ്പോഴും ഓർത്തിട്ട് കണ്ണുനീര് വന്നിട്ടില്ലേ? ദൈവ സാന്നിധ്യം അനുഭവിക്കാതിരുന്നിട്ടില്ലേ? മനസ്സ് പലതിലൂടെ പതറി നടന്നിട്ടില്ലേ? നിരാശകൾ വന്നിട്ടില്ലേ? പക്ഷെ ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ, ആവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വായിച്ചു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത. ആത്മാവിനെ ഒന്ന് തിരിച്ചറിഞ്ഞേ, ആത്മാവ് തന്നെ നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. നീ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവരാണെങ്കിൽ, ക്രിസ്തുവിനോടുകൂടി ക്രിസ്തുവിൻ്റെ ആത്മാവി നടത്തപ്പെടുന്നവനാണെങ്കിൽ, നിന്റെ ആത്മാവ് സ്വർഗത്തോട് പക്ഷപാതം ചെയ്യും. ഇന്ന് പകൽക്കാലം അറിയണം, ഇന്ന് നാവിനെ സൂക്ഷിക്കുന്നവനാണോ? ഇന്ന് പകൽ സ്തോത്രം ചെയ്തോണം. അല്ലെങ്കിൽ നിന്റെ നടപ്പ് ക്രിസ്തുവിന് അനുകൂലമായിട്ടാണോ? ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്തോണം. പരിശുദ്ധാത്മാവിൻ്റെ കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങിയിട്ടുണ്ടോ? ഇന്ന് പകലിൽ യേശു വരിക തന്നെ ചെയ്യും. യേശുവിൻ്റെ വരവിൽ ഞാൻ ഉണ്ടെന്ന് പറയുന്നവർ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പൊ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ആത്മാവിന്റെ നടത്തിപ്പ് നമ്മുടെ അകത്ത് വരണം. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ്. ആത്മാവിന് പ്രവൃത്തിയുണ്ട്, ആത്മാവിന് നടത്തിപ്പുമുണ്ട്. ആത്മാവിന്റെ പ്രവൃത്തി വരുന്നതാണെങ്കിൽ, ആത്മാവിന്റെ പ്രവൃത്തിയിൽ വരുവാണെങ്കിൽ നീ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട. സ്തോത്രം വരുന്നുണ്ടോ? ആത്മാവ് നിങ്ങളെ നടത്തുവാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് പോലും വ്യാകുലപ്പെടണ്ട. സ്തോത്രം വരുന്നില്ല. ഒരിക്കലൊരു ദൈവസഭയിൽ പോകാനിടയായി. അപ്പം ഒരുപാട് മെയിൻ റോഡ് കഴിഞ്ഞിട്ട് അകത്തൂടൊരു ചെറിയ ടാർ റോഡാണ്. പക്ഷെ ഒത്തിരി ദൂരോട്ട്, ഒരു 4-5 കിലോമീറ്റർ ദൂരോട്ട് ചെന്നൊരു വലിയൊരു പൊക്കത്തിനൊരു മല പോലിരിക്കുന്ന സ്ഥലത്താണ് പോകുന്നത്. അപ്പോൾ അവിടുന്ന് ദൈവദാസൻ നേരത്തെ വിളിച്ചു പറഞ്ഞു, ബ്രദറെ ഇച്ചിരി നേരത്തെയൊക്കെ ഇറങ്ങിക്കോണം, ഇവിടെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ചില തടസ്സങ്ങളൊക്കെ വരും, വഴികൾ വരണം. ഞങ്ങൾ ഇവിടുന്ന് വെളുപ്പിനെ പോയി, നേരത്തെയാണ് പോയത്. അവിടെ ഒരു 9 മണിയായപ്പോഴത്തേന് അവിടെ ചെന്ന്, 10:30 ആകുമ്പോൾ ചെന്നാൽ മതി എന്ന് പറഞ്ഞു. 9 ആയപ്പോഴത്തേന് നമ്മുടെ ഡ്രൈവിംഗ് ആയിരുന്നുണ്ട്, പെട്ടെന്ന് അങ്ങ് ചെന്നു. അവർ കണക്കൂട്ടിച്ച് എന്നോട് പറഞ്ഞു, ഏണ്ട 4.5 മണിക്കൂറോളം ഓടിക്കുമെന്നാണ് പറഞ്ഞു. ഏണ്ട 2.5 മണിക്കൂർ ആകുന്നതിന് മുമ്പ് ഈ പറയുന്ന മലയുടെ മണ്ടയിൽ അവിടെ കയറി ചെന്നു. അവിടെ കയറി ചെന്ന് അവരുടെ വണ്ടി പോലും സത്യത്തിൽ അവിടെ ഇട്ട് തിരിക്കാനുള്ള സംവിധാനവും ഇല്ല. അതുപോലത്തെ ഒരു സ്ഥലത്താണ് പോയിരിക്കുന്നത്. വണ്ടി പുറകോട്ട് എടുത്തപ്പോൾ ഒരു പേടി തോന്നി. അതുപോലെ ഒരു സ്ഥലത്താണ് പോയി കിടന്നത്, വലിയൊരു മലയുടെ. ഈ കുന്നിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഈ പാസ്റ്റർ പ്രസംഗിക്കുന്നത് മൊത്തം താഴ്വര മുഴുവൻ കേൾക്കാം. ഒരുപാട് ആളുകൾ യേശു കർത്താവിനെ രക്ഷകനായി വീടിയിരുന്ന് സ്വീകരിക്കാനിടയായി. അതിനുശേഷം ആ സഭയിലേക്ക് വന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു കൊച്ചു ചെറുക്കൻ, ഒരു 6-7 വയസ്സുള്ള ഒരു പയ്യൻ, 7-8 വയസ്സ് കാണുമായിരിക്കും. അവൻ ഈ ബട്ടൺസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുത്തി തയ്ച്ച പോലത്തെ ഒരു ബട്ടൺസൊക്കെ ഇട്ട് ഒരു ബൈബിളും പിടിച്ച് അവൻ ഓടിയാണ് വരുന്നത് ഭയങ്കര വേഗത്തിൽ.
ഓടി വന്ന് ഈ ദൈവദാസൻ്റെ വീട്ടിലോട്ട് കയറിപ്പോയി. അവിടെ തന്നെ വെച്ചിരുന്ന കലത്തിൽ നിന്ന് വെള്ളമെടുത്ത് പട്ടുപള്ളാന്ന് രണ്ടുപേര് കുടിക്കുന്നുണ്ട്. കുടിച്ചു കഴിഞ്ഞ് എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ കാണിച്ചു. ഞാൻ ആരാന്നോ എന്താണെന്നൊന്നും അവനറിയത്തില്ല. അവനിങ്ങനെ കാണിച്ചു. എൻ്റെ കൂടെ എന്നാൽ പുള്ളിയുടെ താക്കേറ്റം തട്ടി വെച്ച് ഇവൻ നേരെ ആ ചർച്ചിനകത്തോട്ട് കയറിപ്പോയി. ഞങ്ങൾ പുറകെ അങ്ങോട്ട് കയറി. ഞങ്ങൾ പുറകെ ചെന്ന് അവിടെ ഇരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇപ്പം എല്ലാവരും വരും എന്നൊക്കെ പാസ്റ്ററും പറയുന്നുണ്ട്. ഈ പയ്യൻ നേരെ ഓടിപ്പോയി ഏറ്റവും പുൽപ്പറ്റിൻ്റെ താഴെ പോയി 2 കൈ തിരിച്ചു നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ഉള്ളിൽ തോന്നി ഇറങ്ങി അങ്ങ് പോയാൽ കുഴപ്പമില്ല, അതുപോലുള്ള ആളാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതിനുശേഷം ഒരു ആരാധന തുടങ്ങിയപ്പോൾ ഈ പയ്യൻ്റെ ശബ്ദവും പയ്യൻ്റെ ശബ്ദം അത്ര പോലും മുഴങ്ങി കേൾക്കുവാൻ തുടങ്ങി. അതുപോലെ ദൈവത്തെ മഹത്വപ്പെടുന്ന കണ്ടപ്പോൾ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്തു. ഇന്ന് പകൽക്കാലം പറഞ്ഞ ശിശുക്കളെ പോലും നിറയ്ക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ആ കുഞ്ഞിനെ കഴിഞ്ഞ് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞാൻ ഇവനെ ചേർത്ത് പിടിച്ച് ഇവനോട് ഒത്തിരി വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു 4 കിലോമീറ്റർ താഴ്വരയിൽ നിന്ന് ഓടി വന്ന ആ പയ്യൻ ആരാധനയ്ക്ക്. ഇന്ന് പകൽക്കാലം പറഞ്ഞ അവൻ്റെ ഭാവിയെ ആരും ചോദ്യം ചെയ്യേണ്ട, അവൻ ഉയരേണ്ടത്തോളം ദൈവം അവനെ ഉയർത്തും. മനസ്സിലായോ? ആ ദാഹത്തോടെ ഒരുവൻ വരുന്ന. ഇന്ന് വണ്ടി ഉണ്ടെങ്കിലും വരാൻ പാടാ. അവൻ ഇപ്പോൾ പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. വാഹനം ഉണ്ടെങ്കിലും വന്ന് ആരാധിക്കാൻ പാടാ. അമ്മ ഈ സാഹചര്യമല്ല. ആ മലമണ്ടയിൽ നിന്നുകൊണ്ട് ഈ കൊച്ചി ഇറക്കൻ ഓടി വന്നപ്പോൾ എന്നിട്ട് അവനെ വിളിച്ച് എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ള അവന് ഒരു കൈക്കകത്തൊരു കുറച്ച് പൈസയൊക്കെ അവൻ്റെ വെച്ചു. അവൻ പറഞ്ഞു വേണ്ട, ഇരുന്നോട്ട് പോകാൻ എന്നൊക്കെ പറഞ്ഞ് അവൻ നീ ഒരു സൈക്കിളൊക്കെ മേടിക്കുന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ ഇരുന്ന ആൾ കൊടുക്കുകയൊക്കെ ചെയ്തു. ഇന്ന് പകലറിയാം, ദാഹത്തോടെ ഒരുവൻ വരുന്നുണ്ടെങ്കിൽ അവൻ്റെ ഫ്യൂച്ചറിനെ തമ്പുരാൻ മാറ്റും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഒരുവനെ നടത്താം. നമുക്കിന്നിപ്പോൾ കിട്ടിയെങ്കിൽ കിട്ടി, അവിടെ ചെന്ന് പോയെങ്കിൽ പോയി, അത്രയേ ഉള്ളൂ. വല്ലപ്പോഴും ഒന്ന് വന്ന സ്തോത്രം, അത്രയേ ഉള്ളൂ. ഇന്ന് പകൽക്കാലം ആത്മാവ് നടത്തുന്ന എത്ര പേരുണ്ടെന്ന് വിവേചിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പൗലോസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനോട് കൂടി എന്ത് ചെയ്തിരിക്കുക? ക്രൂശിക്കപ്പെട്ടിരിക്കുക. ഇനി നടത്തുന്ന ആരാ? ഇനി നടത്തപ്പെടുന്ന ക്രിസ്തുവാ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരണം. വെളിപ്പെട്ട് വരുമ്പോൾ ആത്മാവ് നടത്തപ്പെട്ടാൽ ആത്മാവിൻ്റെ പ്രവൃത്തിയും. എൻ്റെ വീടിനകത്ത് ഒരാൾ ഗസ്റ്റ് വന്നു. നിങ്ങളോട് ഒന്നുകൂടെ പറഞ്ഞിട്ട് ഞാൻ ഒരു വാക്കുകൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കും. എൻ്റെ വീടിനകത്തൊരു ഗസ്റ്റ് വന്നു. ചിലപ്പോൾ എൻ്റെ വീടിന് നല്ല വിഭവസമൃദ്ധമായിരിക്കും. വരുന്ന ഗസ്റ്റിന് കിട്ടുമോ കിട്ടാതിരിക്കുമോ? വൈകിട്ട് അവരെന്നോട് തങ്ങുക. അവിടെ ഇരിക്കുന്ന നല്ല ഭക്ഷണം തന്നെ കിട്ടത്തില്ലേ? ആത്മാവിൻ്റെ എത്ര ബലമുണ്ടോ ആത്മാവി നടത്തുന്നവനെ വന്ന് ചേരുക തന്നെ ചെയ്യും. അവൻ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന് ആത്മാവ് ഒരുവനെ നടത്തുവാൻ തുടങ്ങിയാൽ ആത്മാവിൻ്റെ ഏതെല്ലാം ഫലങ്ങളുണ്ടോ, ആത്മാവിന് എന്തെല്ലാം ശുശ്രൂഷയുണ്ടോ, ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്നവന് അത് തന്നെ വന്ന് ചേരുക തന്നെ. ആത്മാവിനകത്ത് പടകിനെ നിറയ്ക്കുമെങ്കിൽ ആത്മാവ് പടകിനെ നിറയ്ക്കുക തന്നെ ചെയ്യും. അവൻ ശൂന്യമായി പോകാൻ സ്വർഗം അനുവദിക്കത്തില്ല. ഒരു നിന്നെ അനുഭവിക്കാൻ സമ്മതിക്കത്തില്ല. അവൻ ആത്മാവിന്റെ ഫലമുണ്ടെങ്കിൽ അവൻ മരണത്തിലേക്ക് വീണപ്പോട്ട് പോയ ലാസറിന്റെ ഭവനത്തിൽ ആത്മാവുള്ളവൻ വന്ന് ജയം കൊടുത്തെങ്കിൽ ഇന്ന് പകലിരുന്നോ ആത്മാവുള്ളവൻ, ആത്മാവ് നടത്തുന്നവന്റെ ഭവനം ഒന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ടി വരത്തില്ല. അവൻ പ്രാർത്ഥനയെ സ്തോത്രത്തോടെ അറിയിക്കുക അത്ര വേണ്ടത്. ആത്മാവിന്റെ നിറവിനകത്തൊരുവൻ നിന്നാൽ, ആത്മാവിന്റെ നടത്തിപ്പിനകത്തൊരുവൻ വന്നാൽ, അവൻ ഇന്ന് പകൽക്കാലമാണ് നിന്റെ പേർ ചൊല്ലി വിളിച്ചത് സ്വർഗത്തിലെ ദൈവമാ. അതുകൊണ്ട് യിരെമ്യാ പ്രവാചകനെ വിളിക്കുമ്പോൾ യിരെമ്യാ പറയും, അയ്യോ ഞാൻ ബാലകനാന്ന് പറയുമ്പോൾ നീ ബാലകനെന്ന് പറയരുത്. നിന്നെ പൊളിക്കാനും പണിയുവാനും ഉള്ള അധികാരം നിന്റെ മേൽ കൈമാറുകയാ. മോശയെ വിളിക്കുമ്പോൾ മോശ പറയുന്നു, ഞാൻ തടിച്ചതാവരുള്ള നീ അത് പറയരുത്, ഞാനാണ് നിന്നെ പേർ ചൊല്ലി വിളിച്ചത്. ഇന്ന് പകൽക്കാലം വിളിച്ചു പറയണം, എന്നെ പേർ ചൊല്ലി വിളിച്ച ഒരു നല്ല കർത്താവ് എനിക്കുണ്ടെങ്കിൽ, എന്റെ പേർ ചൊല്ലി വിളിച്ച ഒരു നല്ല കർത്താവ് എനിക്കുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ആ വിശ്വാസത്തോടെ വിളിച്ചു പറയണം, എന്റെ കർത്താവ് എന്നെ കരുതുമെന്നുള്ളവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. യൂദായുടെ ലേഖനം കൊണ്ട് എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ യൂദായുടെ ലേഖനം അതിൻ്റെ 20-ാമത്തെ വാക്യം, യൂദായുടെ ലേഖനം അതിൻ്റെ 20-ാമത്തെ വാക്യം, യൂദായുടെ ലേഖനം 1:20. നിങ്ങളോ പ്രിയമുള്ളവരെ, കണ്ടോ, പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും. കണ്ടോ, പരിശുദ്ധാത്മാവി എങ്ങനെ ആയിരിക്കണം?
ആത്മാവിന്റെ പ്രാർത്ഥന വെളിപ്പെടണം, ബുദ്ധിയുടെ പ്രാർത്ഥനയല്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്നവരെങ്കിൽ പ്രാർത്ഥിക്കണം. ആത്മാവിൽ ഇവിടെ പറയുന്ന വിശ്വാസത്തേക്ക് നിങ്ങൾ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധനവ് വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചിട്ടും നിത്യജീവനായിട്ടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ, കർത്താവിന്റെ സ്നേഹത്തിൽ, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം? ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ, ദൈവത്തോടുള്ള സ്നേഹത്തിൽ, കൂട്ടുവിശ്വാസിയോടുള്ള സ്നേഹത്തിൽ നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം? സൂക്ഷിച്ചുകൊള്ളുവീൻ. എന്നിട്ട് പറയുക, നിങ്ങളോട് പറയാ, സംശയിക്കുന്നവരാ ചിലരോട്. ചിലർക്ക് വിശ്വാസമൊക്കെ കുറഞ്ഞു പോയാലും, ചിലർ വിശ്വാസം ഇന്ന് പുറകോട്ട് പോയാലും അവരുടെ പിന്നിൽ നിന്ന് പറയണം, കുഞ്ഞെ, ദൈവം നിന്നെ വിടുവിക്കും, കർത്താവ് നിന്നെ ഉയർത്തും, നിന്റെ ഭാവിയെ മാറ്റും. അവൻ വിട്ടുകളയുവാനുള്ളതല്ല. അവൻ ചില പ്രതിസന്ധിക്ക് മുന്നിൽ നിന്നുകൊണ്ട് പിന്നോട്ട് പോയാലും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നീ നിർത്തിക്കളയല്ല. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ആമേൻ. എന്നിട്ട് പറയുക, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ. ഇന്ന് പകൽക്കാലം പരിശുദ്ധ എത്ര പേര് ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുപ്പാൻ പരിശുദ്ധാത്മാവ് ഒരുവനെ നടത്താൻ തുടങ്ങിയാൽ, ആത്മാവുണ്ടെങ്കിൽ ലോകത്തുള്ളവൻ വീണുപോയാ ആ പൊക്കോട്ടെ, ഇച്ചിരി കൂടെ പോട്ടെ, ശകലം കൂടെ പോട്ടെ, മണ്ണുവാരിയിടാമെന്ന് പറയല്ല, അവനെ വിടുവിക്കുന്ന ഒരുവൻ നിൻ്റെ കൂടെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. അവനോട് ഇവിടെ പറയുന്നു, ചിലർ നിന്നയിലേക്ക് പോകും, ചിലർ പരിഹാസത്തിലേക്ക് പോകും, ചിലരുടെ തലമുറകൾ നഷ്ടത്തിലേക്ക് പോകും. പക്ഷേ വിട്ടുകളയല്ലേ, അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, ചിലരെ തീയിൽ നിന്ന് ചില പ്രതിസന്ധിക്കകത്ത്, പ്രതികൂലത്തിനകത്ത്, നഷ്ടത്തിനകത്ത്, കഷ്ടതയ്ക്കകത്ത് വീണു പോകുന്നവര്, പക്ഷെ പണ്ട് നിന്നോട് ദ്രോഹം ചെയ്തവരായിരിക്കാം, നിന്നെ പരിഹസിച്ചവരായിരിക്കാം, അവരെ വിട്ടുകളയല്ല. ആത്മസ്നേഹമുള്ള പറയുന്നു, അവൻ തീയിൽ നിന്ന് വലിച്ചെടുത്തവരെ എന്ത് ചെയ്യണമെന്ന് പറയുക? ആത്മാവുള്ളവൻ രക്ഷിക്കുന്നവനായി മാറണം. എന്നിട്ട് പറയാം, ജഡത്തിൽ കറ പിടിച്ച അങ്കി പോലെ പകച്ചുകൊണ്ട് ചിലർ ഭയത്തോടെ, ചില പാപ വഴികളിൽ നടന്നവർ അവർ പകച്ചു പോകുന്നെങ്കിൽ അവരോട് പറഞ്ഞ കരുണ ചെയ്യുന്ന ഒരു കർത്താവ് നിനക്കുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ആത്മാവുള്ളവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ അറിയണം, ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടണമെന്ന് വരികയിൽ, ആത്മാവിന്റെ ശക്തി വെളിപ്പെടണമെന്ന് വരികയിൽ, നിന്റെ ഭാവിയുടെ മുന്നിൽ അവൻ ചോദ്യചിഹ്നമായി നിൽക്കുന്ന വിഷയങ്ങളുടെ മുന്നിൽ ഒരു വിരാമം വേണമെന്ന് വരികയിൽ, ഇന്ന് പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുന്നവരും ആത്മാവിൽ നിൽക്കുന്നവരുമായി മാറണം. ആത്മാവിന്റെ നടത്തിപ്പ് നിന്റെ മേൽ വന്ന നീ ഏത് സമയം ക്രിസ്തുവിന് വേണ്ടി വന്ന ഇത് ലാഭയിച്ച് കൂടാതെ ചെയ്യേണ്ടതാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അല്ലെങ്കിൽ അവിടെ ചെല്ലും എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്നും പറഞ്ഞല്ല, ചിലപ്പോൾ അങ്ങോട്ട് കൊടുക്കേണ്ട വന്നാൽ ദൈവം നിന്നെ നടത്തുവാനുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു ലാഭയിച്ചയും കൂടാതെ എൻ്റെ കർത്താവിന് വേണ്ടി നിൽക്കുമെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാ. ഹല്ലേലൂയ. ഇത് പണം വെക്കാനുള്ളതല്ല, ഇത് സമ്പാദിക്കാനുള്ളതല്ല, ഇത് ഹല്ലേലൂയ, ഇത് കോട്ട കെട്ടുവാനുള്ളതാ. എൻ്റെ രാജാവ് വരുമ്പോ ഞാനും അവനോടുകൂടെ കാണപ്പെടുമെന്നുള്ള ബോധ്യം അകത്തുള്ളവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് എന്നെ തന്നെ ക്രൂശിന്റെ ചുവട്ടിൽ താഴ്ത്തി ഏൽപ്പിച്ച്, അതുകൊണ്ട് പൗലോസ് പറയുന്നു, എനിക്കോ എൻ്റെ കർത്താവിന്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും പ്രശംസിപ്പാൻ ഇടവരരുത് എന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ആത്മാവിന്റെ നടത്തിപ്പ് മേൽ വന്ന, ആത്മാവിന്റെ നിയോഗം എൻ്റെ മേൽ വന്നാൽ, ആത്മാവിന്റെ സ്നേഹം എൻ്റെ മേൽ വന്നാൽ, ക്രിസ്തുവിന്റെ ഭാവം എൻ്റെ മേൽ വന്നാൽ, ക്രിസ്തുവിൽ അനുകാരിയായി മാറിയാൽ, ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, നിങ്ങളുടെ മുൻപിൽ ഏത് വന്മതിൽ വന്നാൽ, നിങ്ങളുടെ മുന്നിൽ ഏത് പ്രതികൂലം വന്നാൽ, ഇന്ന് പകൽ കഷ്ടതകൾ വന്നാൽ, കണ്ണുനീരുകൾ വന്നാൽ, നിന്ദകൾ വന്നാൽ, അതിനെ ജയിച്ച ഒരു യേശു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. അതിൽ വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ആവർത്തനം പറയുന്നത്, പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, നിന്നെ
തൊട്ടിയിലെ മാവിന് കുറവ് വരത്തില്ല. ആത്മാവുള്ളവന് അത് ഒഴുകി തുടങ്ങുക തന്നെ ചെയ്യുക. ഇന്ന് പകൽക്കാലം ആത്മാവുള്ളവന്റെ ഭാവിയെ അറിയുന്ന സ്വർഗത്തിലെ ദൈവമാ. അത് മനുഷ്യന്റെ ചിന്തയല്ല, മനുഷ്യന്റെ കണക്കുകൂട്ടലുകളല്ല, അതിനപ്പുറം അവന് വേണ്ടി കരുതുന്ന ഒരു നല്ല കർത്താവ് ഉണ്ടെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ വിളിച്ചു പറ, എന്നെ മുഴുവനായി ഞാൻ ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുക. ഇന്ന് മുഴുവനായി എന്നെ സമർപ്പിക്കുക. എന്റെ വിദ്യാഭ്യാസമല്ല, എന്റെ സമ്പത്തല്ല, എന്റെ സൗന്ദര്യമല്ല, എന്റെ ആരോഗ്യമല്ല, ഹല്ലേലൂയ അങ്ങയുടെ കൃപയൊന്ന് മാത്രമെന്ന് പറയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ആത്മാവിൽ കീഴ്പ്പെടുവി, ആത്മാവിൽ അനുസരിപ്പി, ആത്മാവിൽ നടത്തുവി. ഇന്ന് പകൽക്കാലം ആത്മാവിനെ കീഴ്പ്പെടുത്തു നടക്കുന്നവൻ അവൻ ജഡത്തിന്റെ മോഹങ്ങൾ അവന്റെ ജീവിതത്തിൽ വരത്തില്ല. ആത്മാവിന് നിയോഗപ്രകാരം ആത്മാവിന്റെ കൃപയ്ക്കകത്ത് നടത്തുന്നവന് വഴിയും വാതിലും ഒരുക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകലും നിങ്ങളോട് ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുന്നവരാകണം, ആത്മാവിന്റെ പ്രവൃത്തി നടത്തപ്പെടുന്നവരാകണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വരണം. നിങ്ങൾ കടന്നു പോകുന്നിടത്ത് രോഗികൾ സൗഖ്യമാകണം, ഭൂതഗ്രസ്തർ വിടുവിക്കപ്പെടണം, അത്ഭുതങ്ങൾ നടക്കണം. എന്നറിയാം, ക്രിസ്തുവിന്റെ നിങ്ങൾ സാക്ഷികളായി മാറണം. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സാക്ഷികളാണ്. അല്ല നിങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് ഞാൻ പണ്ട് രണ്ട് കുപ്പി മുഴുവൻ അടിക്കുമായിരുന്നു, ഇന്ന് യേശുവിനെ അറിഞ്ഞപ്പോൾ കുപ്പിയടി നിർത്തി. ഇതൊന്നും അല്ല അത്ഭുത സാക്ഷ്യം. യേശു എന്റെ കൂടെ ഉണ്ടെന്ന് ദേശത്തിനകത്ത് വെളിപ്പെടുത്തി കൊടുക്കണം. ഹല്ലേലൂയ. നിക്കോദീമോസ് പറയുന്നു, അങ്ങയുടെ കൂടെ സ്വർഗത്തിലെ ദൈവമുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്ന പോലെ യേശു എന്റെ കൂടെ ഉണ്ടെന്ന് അത് വെളിപ്പെടുത്തുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ ഒരുവനും കൂടെ ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിളിച്ചു പറയാം, ആത്മാവിന്റെ നടത്തിപ്പ് വരണം, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് വരണം, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരായി മാറണം, ആത്മാവിന്റെ നിയോഗത്തിൽ നിൽക്കുന്നവരാകണം. ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് കണ്ണുനീരുകളോ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ദകളോ, നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് പരിഹാസങ്ങളോ, അതിനപ്പുറം വാതിൽ തുറക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അവൻ ആദ്യനും അന്ത്യനുമാ. ഹല്ലേലൂയ. അവനിൽ കീഴ്പ്പെടുന്നവരായിരിക്കണം, അവനെ അനുസരിക്കുന്നവരാണ്. എത്ര പേര് അങ്ങനെ പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്തു. അതുകൊണ്ട് യേശു പറഞ്ഞു, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുകയും നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതഗ്രസ്തരെ വിടുവിക്കുക. മരണകരമായി എന്ത് കുടിച്ചാലും എന്ത് കടിച്ചാലും നിനക്കൊരു ഹാനിയും വരത്തില്ല. ആത്മാവുള്ളവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്തു. ആത്മാവിന് പ്രവൃത്തിയുണ്ട്. എത്ര പേര് ആമേൻ പറയുന്നു? ആത്മാവിന് പ്രവൃത്തിയുണ്ട്. ആത്മാവ് ഉണ്ടെന്നല്ല, അത് കയ്യടി മാത്രമല്ല, അത് സ്തോത്രം മാത്രമല്ല, പ്രവൃത്തിയുണ്ട്. ആത്മാവുള്ളിടത്ത് അത്ഭുതങ്ങളുണ്ട്, ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ആത്മാവുള്ളവർ കല്ലറകൾ ഭേദിക്കപ്പെടും, ആത്മാവുള്ളിടത്ത് കാരാഗ്രഹങ്ങൾ അടിസ്ഥാനം കൊല്ലുക, ആത്മാവുള്ളിടത്ത് മരിച്ചവർ ഉയർക്കും, ആത്മാവുള്ളിടത്ത് അത്ഭുതങ്ങൾ നടക്കും, ആത്മാവുള്ളവർക്ക് പെരുത്ത മീൻകൂട്ടങ്ങൾ വരും, ആത്മാവുള്ളവർ അതിരുകൾ മാറ്റും. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയാം, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞും ആത്മാവിൽ സന്തോഷിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. പ്രതികൂലത്തിന്റെ പ്രശ്നത്തിന്റെ മധ്യത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുതൽ നിങ്ങളുടെ മേലുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവിയെ ഇന്ന് പകൽക്കാലം പറഞ്ഞു, നിങ്ങളുടെ ഭാവി ക്രിസ്തുയേശുവിൽ സുരക്ഷിതമാ. അവൻ നിങ്ങളുടെ ഭാവി ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ഭാവി അറിയുന്ന മറ്റാരുമല്ല, സ്വർഗത്തിലൊരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം പറഞ്ഞ ഞാൻ ക്രിസ്തുവിൽ പൂർണ്ണരെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. ഫാദറെ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അന്ന് പ്രാർത്ഥിച്ച കർത്താവിനോട്, കർത്താവ് അങ്ങനെ ജഡപ്രകാരമല്ല. കൊരിന്ത്യർ ലേഖനക്കാരൻ പറഞ്ഞു, ഞാൻ ഇനി മുതൽ ജഡപ്രകാരം യേശുവിനെ അറിയത്തില്ല, ഞാൻ ആത്മാവില. ആത്മാവിൻ്റെ നിയോഗത്തിൽ നടന്നാൽ, ആത്മാവിൽ നടത്തപ്പെട്ടാൽ നിങ്ങളുടെ ഭാവി മാറും. നിങ്ങൾ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇല്ല എന്ന് വരികിൽ ആത്മാവിന് കീഴ്പ്പെടാതിരുന്നാൽ എന്നും ഇതുപോലൊക്കെ തന്നെ കാണും. ഒരു 20 വർഷം കഴിഞ്ഞാൽ 25 വർഷം കഴിഞ്ഞാൽ ഒരു വ്യത്യാസം കാണില്ല. ശരീരത്തിന് മാത്രം മാറ്റം കാണും, വേറെ ഒന്നും കാണത്തില്ല. 20 വയസ്സ് കഴിയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ യൗവനക്കാരാവും, ഇവിടെ ഇരിക്കുന്ന യൗവനക്കാർ മധ്യവയസ്കരാകും, മധ്യവയസ്കർ പലരും വൃദ്ധന്മാരാകും. അത്രയും വ്യത്യാസം ഉണ്ടാവുള്ളൂ. ആ പഴയ ബൈബിൾ നിങ്ങളുടെ കൈ കാണും, പഴയ ഇത് കാണും, പിന്നെ പഴയ കണ്ണടയും കാണും, പഴയ കുറച്ചുകൂടെ കണ്ണ് കൂടെ കാടി വെക്കും, തലയൊക്കെ നരയ്ക്കും. ഇത്രയൊക്കെ വ്യത്യാസം വരത്തുള്ളൂ. പക്ഷേ ആത്മാവിൽ നടത്തുന്നവൻ ഒന്നിനൊന്നിനൊന്നിനൊന്നിന് ഉയർച്ച തന്നെ പ്രാപിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. വഴികൾ അവന് വേണ്ടി തുറക്കാൻ തുടങ്ങും. അവൻ്റെ തലമുറകൾ ഐശ്വര്യമാണ്, ഒലിവ് തൈകൾ പോലെ മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്ന ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ, വായ്പ വാങ്ങാതെ വായ്പ കൊടുക്കുന്നവനായി ദൈവത്താൽ സമൃദ്ധിയിലേക്ക് ദൈവം
തമ്പുരാൻ നടത്തും. കാരണം ദേശത്തിനകത്ത് സ്വർഗം വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ അടയാളം വെക്കുവാനാണ് ദൈവം തമ്പുരാൻ വിളിച്ചിരിക്കുന്നത്. എന്ന് പകൽക്കാലം പറഞ്ഞാൽ ആത്മാവിലാണ് വളരേണ്ടത്. ഹല്ലേലൂയ. ആത്മാവിലാണ് വളരേണ്ടത്. ശരീരം കൊണ്ടല്ല വളരേണ്ടത്, ആത്മാവി വളരണം. ആത്മാവി വളരുന്നവരെ സ്വർഗം കരുതിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ആത്മാവി വളരുന്നവർക്ക് ദാഹമുണ്ടാവും. മാമി, ആത്മാവി വളരുന്നവർക്ക്, ആത്മാവുള്ളവർക്ക് ദാഹമുണ്ടാവും. മാമി, അതുകൊണ്ട് ഹന്നയൊക്കെ വന്നത് ആത്മാവിൻ്റെ നിറമുള്ളവർ ആലയം തുറക്കും, ആലയത്തിനകത്തുണ്ട്. ഹല്ലേലൂയ. കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുക. ആത്മാവിൻ്റെ നടത്തിപ്പ് ഒരുവനെ വന്നാൽ, ആത്മാവിൻ ദൈവസന്നിധിയിൽ നിങ്ങൾ വിശ്വസ്തനം എണ്ണിയാൽ സ്വർഗം നിങ്ങളെ അവൻ വിശ്വസ്തനെന്ന് വെളിപ്പെടുത്തി തരും. ഇന്ന് കാണുന്ന അവസ്ഥകൾക്കകത്ത് മാറിപ്പോകും. ഈ ഇടുബിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. ഇടുബിൽ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നവരാ എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കും. സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഫാദറെ, താങ്ക് യു ലോർഡ്. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഈ ജനത്തിൻ്റെ മേൽ അധികമായി പകർന്ന് ആത്മാവിൻ്റെ നിറവിനകത്ത് നിന്ന് ജനത്തിൻ്റെ മേൽ അത്ഭുതങ്ങൾ ചെയ്ത് ഈ ദിവസങ്ങളിൽ തന്നെ ആത്മാവിൻ്റെ പ്രവർത്തികൾ ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടുവാൻ തക്കവണ്ണം, ദൈവസഭയ്ക്കകത്ത് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമേ. അവരുടെ ഭാവിയെ തടയുന്ന എല്ലാ മണ്ഡലങ്ങളും മാറിപ്പോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ കരുണയും കൃപയും കൂടെ ഇരിക്കണമേ. അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. അത്ഭുത വഴികൾ തുറക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇറങ്ങി പുറപ്പെടുന്നവരായി, ആത്മാവിൻ്റെ നടത്തിപ്പുള്ളവരായി, നിങ്ങൾ കാണുന്നവരോട് സുവിശേഷം പറയുന്നവരായി, സുവിശേഷത്തിന് വേണ്ടി നിങ്ങളുടെ ഭവനങ്ങൾ തുറന്നു കൊടുക്കുന്നവരായി, കർത്താവിന് വേണ്ടി ഇന്ന് പകൽക്കാലം പറഞ്ഞ ജീവനുള്ളിടത്തോളം കാലം ജീവനുള്ള ദൈവത്തിൻ്റെ പ്രസൻസ് അനുഭവിക്കുന്നവരായി മാറുവാൻ സ്വർഗത്തിലെ ദൈവമേ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവേ, ആത്മാവിൻ്റെ നിയോഗത്താൽ ഈ ജനങ്ങൾ മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വർധനവിനാ വർദ്ധിക്കട്ടെ. എല്ലാ മേഖലകളും സ്വർഗത്താൽ തുറക്കപ്പെടട്ടെ. അത് യേശു ക്രിസ്തുവിൻ നാമത്തിൽ